السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. وأشهد أن محمدًا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. ഏറെ പ്രിയം നിറഞ്ഞ ബഹുമാന്യരായ സീറ പഠിതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുജീവിതത്തിലെ ഹിജ്റ 9-ാമത്തെ വർഷം കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി നമ്മൾ ആ വർഷത്തിലെ നിരവധി സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഹിജ്റ 9 അവസാനിപ്പിക്കാൻ കഴിയും. ഒരുപാട് പ്രധാനപ്പെട്ടവ വന്നു. ഇനിയും ചില സുപ്രധാനമായ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഹിജ്റ 9-ലാണ്. അഥവാ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രവാചക ജീവിതത്തിലെ ആദ്യ ഘട്ടങ്ങൾ ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സീറ കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് പോകുന്നതായി തോന്നുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റിസാലത്ത് നുബുവത്ത് കിട്ടി. ആ ഒരു സമയത്ത് ഒട്ടേറെ സംഭവ വികാസങ്ങൾ ഉണ്ടാകും. പിന്നെയും രഹസ്യ പ്രബോധനവും പരസ്യ പ്രബോധനവും ഒക്കെയായി കുറേയേറെ സംഭവങ്ങൾ കടന്നുപോയി. എന്നാലും ഈ അവസാന കാലഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ സംഭവങ്ങൾ കൂടാനും അതുപോലെ തന്നെ ഓരോ സംഭവങ്ങളും സവിശേഷമായ ശ്രദ്ധ സീറയിൽ ചരിത്രത്തിൽ ആകർഷിക്കാനും ഉള്ള കാരണം നമുക്കറിയാം. കാരണം ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്നുള്ളത് അതിങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും സ്വഹാബികളുടെ എണ്ണം കൂടി വരുമ്പോഴും മുസ്ലിം സമൂഹത്തിന്റെ കെട്ടുറപ്പും അവരുടെ ഐക്യവും അവരുടെ എണ്ണത്തിലുള്ള വർധനവും ഒക്കെ കൂടി വരുമ്പോഴും ഇസ്ലാമിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകും, സംഭവ വികാസങ്ങൾ ഉണ്ടാകും, ഒരുപാട് ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാകും. പുതിയ മുസ്ലിങ്ങളായ ആളുകൾ അവർ ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഓർത്തു വെക്കും, പഠിച്ച് തിരിച്ചു പോകും. വഫ്ദുകളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ അതാണല്ലോ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓരോ വഫ്ദ് വരുമ്പോഴും നമ്മൾ സൂചിപ്പിച്ച വഫ്ദുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പാഠം, ഒരു ഹദീസ്, എന്തെങ്കിലും ഒക്കെ ഒരു ജീവിതത്തിൽ നമുക്ക് പിന്തുടരാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ഇസ്ലാമിലെ ഒരു സൽക്കർമ്മത്തെക്കുറിച്ച്, ഒരു പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കർമ്മശാസ്ത്രത്തിൽ നമ്മൾ പിന്തുടരേണ്ട ഒരു മസ്അലയെക്കുറിച്ച്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണപാഠം ഈ കാലഘട്ടത്തിൽ ഓരോ ചെറിയ സംഭവങ്ങളിലായാൽ പോലും നമുക്ക് കാണാനും കഴിയും. അതങ്ങനെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായിരുന്നാലും പിൽക്കാലത്തുള്ള ചരിത്രങ്ങളും ഒക്കെ പരിശോധിച്ചാലും തുടക്കകാലത്തുള്ള സംഭവങ്ങൾ ഒരുപക്ഷെ പലതും വിസ്മരിക്കപ്പെട്ടു പോയതായിരിക്കും. പ്രവാചകന്റെ ജന്മം പോലെ ജന്മദിനം എന്നുള്ളത് അത് കൃത്യമായി എന്നാണ് എന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളതുപോലെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണദിനത്തിൽ, വഫാത്തിന്റെ ദിനത്തിലുള്ള അഭിപ്രായ വ്യത്യാസം കാണുന്നില്ലല്ലോ. ആദ്യകാലത്ത് അപ്രധാനമെന്ന് തോന്നുന്നതായിരിക്കും ആളുകൾ ഓർത്തു വെക്കുകയോ അല്ലെങ്കിൽ കൃത്യമായി നിരീക്ഷിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങൾ കൂടുതൽ ഇസ്ലാം ശക്തി ആർജിക്കുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുള്ള സ്വഹാബിമാരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ, പ്രവാചകൻ കൂടുതൽ കാലം മുന്നോട്ട് പോകുമ്പോൾ ഓരോ ചെറിയ സംഭവങ്ങളും നമുക്ക് വിശദീകരിക്കാനും അതുപോലെ തന്നെ കൂടുതൽ ശ്രദ്ധയോടുകൂടി വായിക്കാനും പഠിക്കാനും കഴിയുന്ന രൂപത്തിലായി മാറും. ഹിജ്റ 9 നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ ഒരാൾ കൂടിയായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ മരണപ്പെട്ട ഒരു സംഭവം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ വിവാഹം കഴിച്ചയാളായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ദുന്നൂറൈൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. 2 പ്രകാശത്തിന്റെ ഉടമ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പെൺമക്കളുടെ ഭർത്താവാകാൻ, തൻ്റെ മരുമകനാകാൻ യോഗ്യത കൽപ്പിച്ച, അതൊരു തവണയല്ല 2 തവണ യോഗ്യത നൽകിയ വലിയ മഹാനായ മനുഷ്യൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആദ്യം അദ്ദേഹം റുഖയ്യ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചു. നമുക്ക് ഓർമ്മയുണ്ടാകും, ബദറിന്റെ സന്ദർഭത്തിൽ ബദറിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടില്ല. കാരണം ഈ റുഖയ്യ റളിയല്ലാഹു അൻഹ രോഗഗ്രസ്തയായി അവശനിലയിൽ അവിടെ നിൽക്കുന്നത് കൊണ്ട്, മദീനയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരെ പരിചരിക്കാനും മറ്റുമായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ തന്നെ നിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ബദരീങ്ങളിൽ എണ്ണാറുണ്ട്. കാരണം പ്രവാചകന്റെ കൽപ്പന കൂടി അനുസരിച്ചുകൊണ്ടാണ് അദ്ദേഹം ബദറിൽ പങ്കെടുക്കാതെ അവിടെ തന്നെ തുടർന്നത്. അത് കഴിഞ്ഞ് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മകളുടെ സ്വാഭാവിക മരണം കഴിഞ്ഞ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു കൊടുത്തു. അവർ മരണപ്പെടുന്നത് ഹിജ്റ 9, നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഹിജ്റ 9 ഒരു അവസാന ഘട്ടത്തിലാണ്. ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ സ്വഹാബി വനിതകൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അതായത് സ്ത്രീകളുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം, മുടി 3ആയി ഒക്കെ കെട്ടിയിടുക എന്നതുപോലുള്ള പല കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ടുള്ള അധ്യാപനങ്ങൾ, ആ ഹദീസിൽ അങ്ങനെയുള്ള കൽപ്പനകൾ, നിങ്ങൾ ഉമ്മു കുൽസൂമിനെ കുളിപ്പിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ കസ്തൂരി അതിൽ ചേർക്കുക, അങ്ങനെ തുടങ്ങിയ പൊതുവായ നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. കുളിപ്പിച്ചു കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നത് വരെ, അത് കുളിപ്പിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ എന്നെ അറിയിക്കണം, ഞാനൊരു നിർദ്ദേശം തരുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും, അങ്ങനെ കുളിപ്പിച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ സ്വഹാബി വനിതകൾ അവർ പ്രവാചക സ്വല്ലല്ലാഹു അറിയിച്ചു, കുളിപ്പിച്ചു കഴിഞ്ഞു, ഇനി കഫൻ ചെയ്യണം. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ ഉപയോഗിച്ചിരുന്ന ഒരു വസ്ത്രം അത് അവർക്ക് നൽകുകയും, അതുകൊണ്ട് അവരുടെ ആ 1ാമത്തെ വസ്ത്രം, ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന ആ 1ാമത്തെ കഫൻ പുടവ, അത് പ്രവാചകന്റെ വസ്ത്രം തന്നെ ആയിത്തീരാൻ വേണ്ടി അവർക്ക് കൊടുക്കുകയും ചെയ്തു. അവരതുകൊണ്ടാണ് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ കഫൻ ചെയ്തത്. ആദ്യത്തെ ആ ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന 1ാമത്തെ ആ കഫൻ പുടവ അതായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു പല മക്കളുമായുള്ള സന്ദർഭത്തിലും നമ്മൾ കേട്ടതുപോലെ ഈ സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകിയത് സ്വഹാബിമാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പല മക്കളുടെ വിഷയത്തിലാണ്. ഈ ഹിജ്റ 9 തന്നെ മരണപ്പെടുന്ന പ്രവാചകന്റെ കുഞ്ഞുമകനായിരുന്ന ഇബ്രാഹിം, ആ ചെറിയ മകന്റെ വിഷയത്തിലും അതായിരിക്കും ഒരു പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ടാവുക. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ ദുഃഖ ഭാരം കൊണ്ട് കണ്ണുനീർ അടർന്നു വീടുന്നത് അത് സ്വഹാബിമാർ കാണുകയും അത് പിന്നീട് അത് രേഖപ്പെടുത്തുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മകളുടെ ദഫനിനു വേണ്ടി, ഖബറടക്കത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഖബറിന്റെ ആ ചാരത്ത് അടുത്തിരുന്ന് ഖബർ തയ്യാറാക്കി ഇങ്ങനെ കുഴിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്, മയ്യത്ത് ഖബറിലേക്ക് ഇറക്കിയിട്ടില്ല. അങ്ങനെ റസൂൽ അതിൻ്റെ ആ ഖബറിന്റെ കുഴിച്ചു വെച്ചിരിക്കുന്ന ഖബറിന്റെ അടുത്തിരുന്ന് പ്രവാചകൻ കണ്ണുനീർ വാർക്കുന്നത് ഞങ്ങൾ കാണുകയും ചെയ്തു, ഞങ്ങളതിന് സാക്ഷികളായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി അത് ഉദ്ധരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാലിസുൻ അലൽ ഖബർ ഖാൽ ഫറഅയ്തു ഐനൈഹി തദ്മാൻ, പ്രവാചകന്റെ 2 കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത് ഞാൻ കണ്ടു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും ഇതോടുകൂടി മരണപ്പെട്ടു. നമുക്കറിയാം, ഇനി ശേഷിക്കുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ, ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു വഫാത്തിന് ശേഷമാണ് മരണപ്പെടുന്നത്. അപ്പോൾ ഹിജ്റ 9 അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സന്തതികളിൽ നിന്ന് എല്ലാവരും മരണപ്പെട്ടു, ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴിച്ചു. പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം 6 മാസത്തോടടുക്കുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയും മരണപ്പെട്ടു. അതുപോലെ തന്നെ ഈ ഹിജ്റ 9 നടന്ന മറ്റൊരു മരണമാണ്
ഇസ്ലാമിക ലോകത്ത് പ്രവാചകൻ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിതകാലത്ത് തന്നെ ഇസ്ലാമിനെതിരെ വളരെയേറെ പ്രവർത്തിക്കുകയും മദീനയെയും മുസ്ലിങ്ങളെയും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സുലൂലിന്റെ മരണം, അത് സഹാബികളെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നു, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരവധി പാഠങ്ങൾ നൽകുന്ന ഒരു മരണം കൂടിയാണ്. അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സുലൂൽ, മുനാഫിക്കുകളുടെ നേതാവ്. അയാൾ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പ് ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തുന്നതിൽ മുൻപന്തിയിൽ നിന്ന മനുഷ്യൻ, ദുരാരോപണം പടർത്തുന്നതിൽ മുൻപന്തിയിൽ നിന്ന മനുഷ്യൻ. മുനാഫിക്കുകൾ മദീനയിൽ അവർക്കൊരു കേന്ദ്രമുണ്ടാക്കി, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മസ്ജിദുൽ ദിറാർ പോലുള്ള മസ്ജിദുകൾ ഉണ്ടാക്കുകയും ആ പള്ളി ഉണ്ടാക്കുകയും രഹസ്യമായി റോമക്കാരിൽ നിന്ന് ആയുധം കടത്തി മദീനയിലെത്തി തക്കമാകുമ്പോൾ മുസ്ലിങ്ങളെയൊക്കെ പ്രവാചകനെയൊക്കെ അങ്ങ് വധിച്ചു കളയാം എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മനുഷ്യൻ, അവരുടെ നേതാവ്, റഈസുൽ മുനാഫിഖീൻ എന്ന് തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട മനുഷ്യൻ, അയാൾ മരിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സുലൂൽ, അയാൾ മുനാഫിക്കാണെന്ന് പ്രവാചകൻ അറിയാം, സ്വഹാബിമാർക്കൊക്കെയും അറിയാം. അബൂബക്കർ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹും ഒക്കെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് അയാളോട് ഇടപെടുന്നതും പെരുമാറുന്നതുമൊക്കെ. പക്ഷേ നമ്മൾ അയാളുടെ ഒരു പിന്നാമ്പുറകൾ നമുക്കറിയാമല്ലോ. അയാൾ മദീനയുടെ നേതാവായിരുന്നു. മദീനയിലെ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന ഔസ് ഖസ്റജ് ഗോത്രം, അവർ രണ്ടുപേരും, രണ്ട് തരക്കാരും ഒന്നിച്ചൊരു അംഗീകരിച്ച ഒരു കിരീടമൊക്കെ ധരിപ്പിച്ചൊരു രാജാവാക്കാൻ പറ്റിയ ഒരു വ്യക്തിയായിട്ടായിരുന്നു അയാളെ കണ്ടിരുന്നത്. അയാളൊരു നേതാവായിരുന്നു. അതുപോലെ തന്നെ അയാളുടെ മകൻ അബ്ദുള്ളയുടെ മകൻ അബ്ദുള്ള, അദ്ദേഹത്തിന്റെ മകൻ മുസ്ലിമാണ്, നല്ല യഥാർത്ഥ മുസ്ലിമാണ്, മുനാഫിക്കൊന്നുമല്ല. ശരിയായി ഉപ്പയെ തിരുത്തുന്ന പല സന്ദർഭങ്ങളിലും നമ്മളിത് വിശദീകരിച്ചിട്ടുണ്ട്. ഉപ്പയെ തിരുത്തുന്ന, ഉപ്പ സ്വയം നിന്ദ്യനാണ് എന്ന് പറയാതെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇസ്സത്തുള്ളവരെന്ന് പറയാതെ, മദീനയിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് മദീനയിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിൽ ആ പ്രദേശത്ത് നിന്ന് സ്വന്തം ഉപ്പയെ തടഞ്ഞ മനുഷ്യനാണ് ഇദ്ദേഹത്തിന്റെ മകൻ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തബൂക്ക് യുദ്ധം കഴിഞ്ഞ സന്ദർഭത്തിലൊക്കെ പറഞ്ഞിരുന്നു, മുനാഫിക്കാണ് എന്ന് അറിയാമായിരുന്നിട്ടും പച്ചക്കള്ളമാണ് പറയുന്നത്, ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നത് അല്ല പുറത്ത് പ്രകടിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊക്കെ ഇടപെട്ടത് അവർ ബാഹ്യമായി എന്താണോ പ്രകടിപ്പിക്കുന്നത് അതനുസരിച്ചാണ്. പുറമേ അവരെന്താണോ പ്രവാചകനോട് പെരുമാറുന്നത്, പ്രകടിപ്പിക്കുന്നത്, അവരെന്താണോ ആ സമൂഹത്തിൽ കാണിക്കുന്നത് അതനുസരിച്ചാണ് അവരോട് പുറമേയുള്ള പെരുമാറ്റം, അതനുസരിച്ചാണ് അവരുടെ ഇടപാടുകൾ. അപ്പോ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സുലൂൽ മരണപ്പെട്ടപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നയം എന്ന് പറയുന്നത് അതായിരുന്നു. ഒരു മുസ്ലിം സമൂഹത്തിൽ പുറമേ മുസ്ലിമായി തന്നെയാണ് അയാൾ ജീവിച്ചത്. അതോടൊരു മുസ്ലിം എന്ന നിലയിലുള്ള ബാധ്യതകൾ എന്നുള്ള നിലക്ക് മയ്യിത്ത് നിസ്കാരം അതൊക്കെ നിർവഹിക്കണം എന്നതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നയം. അത് മാത്രമല്ല, അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സുലൂലിന്റെ മകൻ, അദ്ദേഹം സ്വഹാബിയാണ്, വളരെ നല്ല മുസ്ലിമാണല്ലോ. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഉപ്പ മരിച്ചു, എൻ്റെ ഉപ്പ മരണപ്പെട്ടു, അല്ലാഹുവിന്റെ റസൂലെ നിങ്ങളുടെ ഒരു വസ്ത്രം, നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രം എൻ്റെ ഉപ്പയെ കഫൻ ചെയ്യാൻ വേണ്ടി എനിക്ക് തരണം. റസൂലുള്ളാഹി അത് കൊടുത്തു. അതുമാത്രമല്ല, നിങ്ങൾ എൻ്റെ ഉപ്പയുടെ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി മയ്യിത്ത് നിസ്കരിക്കുകയും ചെയ്തു. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ഇങ്ങനെ അബ്ദുള്ളയുടെ മകൻ ഈ അബ്ദുള്ള വന്ന് ചോദിക്കുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വസ്ത്രം മകന് കൊടുക്കുന്നതും, സുമ്മ സഅലഹു അൻ യുസല്ലി അലൈഹി, പിന്നെ മയ്യിത്ത് നിസ്കാരത്തിന് വേണ്ടി നിസ്കരിക്കണം എന്ന് പറയുന്നതും, ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി അലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി എണീറ്റു. നിസ്കരിച്ചില്ല, മയ്യിത്ത് നിസ്കരിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചു, ശക്തമായി പിടിച്ചു. എന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അതുസല്ലി അലൈഹി വഖദ് നഹാക അല്ലാഹു അൻ തുസല്ലി അലൈഹി. ഒരു മുനാഫിക്കായ, എല്ലാവർക്കും അറിയാലോ അയാളുടെ ഉള്ളുകളികൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, പുറമെ ഒരു മുസ്ലിമാണെന്നുള്ള നടിക്കുന്നുവെങ്കിലും അള്ളാഹു നിരോധിച്ച ഉമർന്റെ വാചകങ്ങളാണ്. അള്ളാഹു നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിരോധിച്ച ഒരു മനുഷ്യന് വേണ്ടിയാണോ റസൂൽ നിങ്ങൾ നിസ്കരിക്കാൻ പോകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമ ഖയ്യറനില്ല ഉമർ, അങ്ങനെയല്ല കാര്യം.
എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു വിവേചന അധികാരം തന്നിട്ടുണ്ട്. എന്തു തിരഞ്ഞെടുക്കാനുള്ള അധികാരം, അഥവാ വേണമെങ്കിൽ നിസ്കരിക്കാം, വേണ്ടെങ്കിൽ എനിക്ക് നിസ്കരിക്കാതെയും ഇരിക്കാം എന്നെനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഞാൻ നിസ്കരിക്കാനാണ് തിരഞ്ഞെടുത്തത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ മുനാഫിഖൂനിലെ ഒരു ആയത്തൊക്കെ ഉമറുല്ലാഹി ഓതി കൊടുത്തു. ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും, പ്രവാചകരെ നിങ്ങൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയാലും ഔ ലാ തസ്തഗ്ഫിർ ലഹും, ഇസ്തിഗ്ഫാർ നടത്തിയില്ലെങ്കിലും, അതിൽപ്പെട്ട രണ്ടും ഒരുപോലെയാണ്. ഇസ്തിഗ്ഫാർ നടത്തിയാലും നടത്തിയില്ലെങ്കിലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കാൻ പോകുന്നില്ല. ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ഫലയഗ്ഫിർ അല്ലാഹു ലഹും, നിങ്ങൾ അവർക്ക് വേണ്ടി 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തിയാലും പടച്ചവൻ പുറത്തു കൊടുക്കാൻ പോകുന്നില്ല. ഇത് അള്ളാഹുവിന്റെ വാചകങ്ങളാണ്. ഈ ആയത്തുകളൊക്കെ ഇതിനു മുമ്പ് ഇറങ്ങിയ ആയത്തുകളാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുകൾ പാരായണം ചെയ്ത് ഉമറുല്ലാഹിനോട് പറഞ്ഞു, ഉമർ വസഅസീദുഹു അലാ 70, അള്ളാഹു പറഞ്ഞു 70 വട്ടം ഇസ്തിഗ്ഫാർ നടത്തിയാലും പുറത്തു കൊടുക്കില്ല എന്ന് അള്ളാഹു പറഞ്ഞെങ്കിലും 70-ൽ കൂടുതൽ നടത്തിയാൽ അള്ളാഹു പുറത്തു കൊടുക്കുമെങ്കിൽ ഞാൻ 70-ൽ കൂടുതൽ അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും. അത് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒരു പൊതു നിലപാടാണ്. ഏതൊരു മനുഷ്യനോടുമുള്ള എന്തെങ്കിലും ഒരു വകുപ്പ് ആ മനുഷ്യന് നരകമോചനം സാധ്യമാക്കുന്ന, സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വിട്ടുവീഴ്ചയുടെ ഏതെങ്കിലും ഒരു തലം, എല്ലാം അടഞ്ഞുവെങ്കിലും ഏതെങ്കിലും ഒരു തലമുണ്ടെങ്കിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തെരഞ്ഞെടുത്തിരുന്നു എന്നതിനുള്ള തെളിവാണ്. ഉമറുല്ലാഹി പറഞ്ഞു ഇന്നഹു മുനാഫിഖ്, ഉമറുല്ലാഹു അതേ വാചകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഇന്നഹു മുനാഫിഖ്, പ്രവാചകൻ മുനാഫിക്കാണ്, കപടനാണ് അയാൾ, എന്തിനാണ് അയാൾക്ക് വേണ്ടി നിസ്കരിക്കുന്നത്? പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. ഈ നടപടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തുകയുണ്ടായി. കാരണം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ പാടില്ലാത്ത ഒന്നായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിലൂടെ ആയത്തിലൂടെ അറിയിക്കുകയും പിന്നെ ഒരു അവിശ്വാസിയായ ഒരു മനുഷ്യന് വേണ്ടിയും മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് വേണ്ടിയും നിസ്കരിക്കാൻ പാടില്ല, അയാളെ ഖബറിനടുത്ത് ചെന്ന് തന്നെ നിൽക്കുക, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ മറ്റോ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആണ് ഇസ്ലാമിന്റെ നയമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും, അതുവരെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് വ്യക്തമായ കൽപ്പന ഇസ്ലാമിൽ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ, ഒരു മുനാഫിക്ക് മരണപ്പെട്ടാൽ നിസ്കരിക്കാൻ പാടില്ല എന്ന കൽപ്പന ഉണ്ടായിരുന്നു. പിന്നെ ഈ സംഭവത്തിന് ശേഷം സൂറത്തു തൗബയിലെ വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ വലാ തഖും അലാ ഖബ്രി വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും, അവരിൽ നിന്ന് ഒരാൾ മരണപ്പെട്ട, ആര് മരണപ്പെട്ടാലും പ്രവാചകരെ താങ്കൾ അവർക്ക് വേണ്ടി നിസ്കരിക്കാൻ പാടില്ല. അബദൻ, അബദൻ എന്ന വാക്ക് തന്നെ ഒരിക്കലും, എന്തു വന്നാലും അത് പാടില്ല, അത് പൂർണ്ണമായും നിഷിദ്ധമാണ്. വലാ തഖും അലാ ഖബ്രി, അവർക്ക് വേണ്ടി നിസ്കരിക്കാൻ, അവരുടെ ഖബറിന് മേൽ അവിടെ നിൽക്കുകയും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ ഒന്നും പാടില്ല. വിശുദ്ധ ഖുർആൻ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും നമുക്കിത് സമാനമായ പരാമർശങ്ങൾ കാണാൻ കഴിയും. മക്കാന ലിന്നബിയ്യി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ, ഒരു പ്രവാചകനോ അതുപോലെ തന്നെ വല്ലദീന ആമനു, വിശ്വാസികളായ മുഅ്മിനീങ്ങളായ മറ്റാരുമായിക്കൊള്ളട്ടെ, അവർക്കും പാടുള്ളതല്ല അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായി ഉറപ്പായി ഒരു മനുഷ്യൻ മുശ്രിക്കായിട്ടാണ് മരണപ്പെട്ടത്, ഇസ്ലാമിലല്ല മരണപ്പെട്ടത്. അത് വലൗകാനു ഉലിൽ ഖുർബ വലൗകാനു ദവിൽ ഖുർബ, ഇനി ഏറ്റവും അടുത്ത ആളുകൾ, ഏറ്റവും അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും അവർ നരകാവകാശികളാണെന്ന് ബോധ്യപ്പെട്ടാൽ, ഉറപ്പായും ഇസ്ലാമിലല്ല എന്ന് മരണപ്പെട്ടത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ അനുവാദമില്ല. പ്രവാചകന് അനുവാദമില്ല, നമുക്കും മുഅ്മിനീങ്ങളായ ആർക്കും അനുവാദമില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ മുൻപും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഉമ്മയുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് 2 കാര്യങ്ങൾ അനുവാദം ചോദിച്ചപ്പോൾ അതിൽ ഒന്ന് മാത്രം അല്ലാഹു അനുവാദം കൊടുത്തത്. നമ്മൾ മുമ്പ് സംഭവം വിശദീകരിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കം ഫതഹിന്റെ സമയത്ത് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ തന്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ പോയി. അല്ലാഹുവിനോട് അനുവാദം ചോദിച്ചു, എൻ്റെ ഉമ്മക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ ഞാൻ പഠിച്ചോണ്ട് അനുവാദം ചോദിച്ചു. പക്ഷെ അല്ലാഹു എനിക്ക് തന്നില്ല. കാരണം ഉമ്മ മുസ്ലിം ആയിട്ടല്ല മരണപ്പെട്ടത്. ഉമ്മയുടെ ഖബർ സന്ദർശിച്ചോട്ടെ, സിയാറത്ത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അല്ലാഹു എനിക്ക് അനുവാദം നൽകുകയും ചെയ്തു. അപ്പോൾ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് അല്ലാഹുവിനോടും ഒരാൾക്ക് വേണ്ടി പാപമോചനം തേടുക എന്ന് പറയുന്നത് മറ്റേതെങ്കിലും വിഷയത്തിൽ അയാൾക്ക് വേണ്ടി പാപമോചനം തേടുന്നത് പോലെയല്ല. യാതൊരുവിധ ആദർശവുമില്ലാത്ത, യഥാർത്ഥ ഇസ്ലാമിലല്ലാതെ മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടി പാപമോചനം തേടുന്നത്. കാരണം അത് ഒരിക്കലും എന്തു വന്നാലും അല്ലാഹു പുറത്തു കൊടുക്കില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു, ഹദീസുകളിലുമൊക്കെ ആവർത്തിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന ഒന്നാണല്ലോ. ഇസ്ലാമിലല്ലാതെ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല. എത്ര അടുപ്പമുള്ള ആളുകളായിരുന്നാലും
പ്രവാചകന്മാരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവരുടെ മക്കളോ ആരോ ആയിരുന്നാലും അതിനൊരു വിലയും ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിന്റെ വിഷയത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഉണ്ടായി. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഇറങ്ങുകയുണ്ടായി. ഈ സംഭവം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് ഒക്കെ മറ്റു ഒരുപാട് റിപ്പോർട്ടുകളിലൂടെ ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ കഴിയും. അദ്ദേഹം യാ റസൂലല്ലാഹ് അതുസല്ലി അല ഇബ്നു ഉബയ്യ്, ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന് വേണ്ടി പ്രവാചകൻ നിങ്ങൾ നിസ്കരിക്കുകയാണ്. വഖദ് ഖാല യൗമ കദാ വകദാ, ബദർ യുദ്ധവും അതുപോലെ ഉഹദൊക്കെ കഴിഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ മദീനയിൽ വന്ന് അൻസാരികളെ സൂചിപ്പിച്ചു, അൻസാരികളെ നിങ്ങൾ ഈ വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് വന്ന ഈ മുഹാജിറുകളൊക്കെ ഇങ്ങനെ വിളിച്ചു കയറ്റി ഈ മദീനയിൽ ഇങ്ങനെ അവർക്ക് താമസ സൗകര്യവും ഇതുപോലുള്ള സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തത് ഇപ്പോൾ അവരിതാ നിങ്ങൾക്ക് മേലെയായി എന്നൊക്കെ പറഞ്ഞ് മദീനയിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ശക്തരായ ആളുകൾ, ഇസ്സത്തുള്ള ആളുകൾ ദുർബലരായവരെ, നിന്ദരായവരെ പുറത്താക്കും. അഥവാ റസൂലിനെയും മുഹാജിറുകളൊക്കെ അൻസാരികളും ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലൊക്കെ ചെന്ന് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ ആ സന്ദർഭങ്ങളൊക്കെ ഉമർ ഇബ്നു ഖത്താബ് റസൂലിനെ ഓർമ്മിപ്പിക്കുന്നത് വേറൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകരെ അന്ന് ഓർമ്മയില്ല, അന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങയെ നശിപ്പിക്കാനും ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാനും ഒക്കെ ശ്രമിച്ച മനുഷ്യൻ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി പ്രതികരണം ഒരു പുഞ്ചിരിയായിരുന്നു എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ കഴിയും. ഈ സംഭവം കഴിഞ്ഞ് അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിൽ നിന്ന് പ്രവാചകന്റെ വസ്ത്രത്തിൽ പിടിച്ച് ശക്തമായി വലിച്ചു പിഞ്ചിരിപ്പിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്. നമ്മൾ മുൻപും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടിന് വ്യത്യസ്തമായി, അല്ലെങ്കിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടിന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുകയും പിന്നീട് ഉമർ റളിയല്ലാഹുവിന്റെ നിലപാടാണ് കൂടുതൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ അവതരിപ്പിക്കുകയും ചെയ്ത സന്ദർഭങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബദർ യുദ്ധത്തിലെ തടവുകാരായി പിടിക്കപ്പെട്ട ആളുകളുടെ വിഷയത്തിൽ അത് ഉദാഹരണമായിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ ആ ഒരു നിലപാടാണ് കൂടുതൽ അനുയോജ്യമായിരുന്നത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലെ ആയത്തിലൂടെ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന മനുഷ്യന്റെ വളരെ കൃത്യമായ അഭിപ്രായങ്ങൾ, നിലപാടുകൾ, അതിനോട് യോജിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ അവതരിപ്പിക്കുക എന്നൊരു സവിശേഷത, അദ്ദേഹത്തിന്റെ ഒരു സവിശേഷത കൂടി ബോധ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഒന്നാണ്. ഉമർ റളിയല്ലാഹു തന്നെ പറയുന്നത് കാണാൻ കഴിയും, എനിക്ക് അന്ന് പ്രവാചകനെ അങ്ങനെ അങ്ങ് വസ്ത്രത്തിലൊക്കെ പിടിച്ച് പ്രവാചകനെ പിന്തിരിപ്പിക്കാൻ മാത്രമുള്ള ധൈര്യം എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഈ സംഭവം വിശദീകരിച്ചിട്ട് അദ്ദേഹം തന്നെ പറയാണ്, ഫഅജിബ്തു മിൻ ജുർഅതി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ഇങ്ങനെ തടയുക, അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, അതൊക്കെ എനിക്ക് അന്ന് എങ്ങനെ ഞാൻ അതിന് ധൈര്യപ്പെട്ടു, എനിക്ക് എങ്ങനെ അതിന് ധൈര്യം വന്നു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അത് ഇപ്പോഴും എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും അതിനുശേഷം റസൂലുള്ളാഹി ഈ നിലപാട് ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 84-ാമത്തെ ആയത്തിലൂടെ വന്ന ഈ നിസ്കാരവും അവർക്കുള്ള ഇസ്തിഗ്ഫാറും ഒക്കെ നിഷിദ്ധമാക്കിക്കൊണ്ടുള്ള ആ ഒരു നിലപാട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ പ്രത്യേകിച്ചും വന്നതോടുകൂടി തന്നെ പിന്നീട് അത് നിഷിദ്ധമായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഹിജ്റ 9 ഇപ്പോൾ ഒരു അവസാന കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഹിജ്റ 9 അവസാന സമയത്ത് ഉണ്ടായ മറ്റൊരു ഇസ്ലാമിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് ഇസ്ലാം മക്ക കീഴടക്കി കഴിഞ്ഞ് ആദ്യത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരമുള്ള ഇസ്ലാമിലെ ആദ്യത്തെ ഒരു സംഘമായി ചേർന്നുള്ള ഹജ്ജ് ഉണ്ടാകുന്നത്. അത് ഈ വർഷമാണ് ഉണ്ടാകുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല അതിന് നേതൃത്വം കൊടുത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഹിജ്റ 9 ആ വർഷം ഒരു ദുൽഖഅദ ഒക്കെ അവസാനമാകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അമീറായി നിശ്ചയിച്ചുകൊണ്ട് ഒരു 300-ലധികം വരുന്ന മുസ്ലിങ്ങളുടെ ഒരു സംഘവും ഒക്കെ ചേർന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിച്ചു. പ്രവാചകൻ നേരിട്ട് അന്ന് ഹജ്ജിന് പോകാതിരിക്കാൻ പല കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, മക്കക്കാരുമായി മക്ക കീഴടങ്ങിയെങ്കിലും അവിടെ നിലവിൽ ഹജ്ജിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനാചാരങ്ങളുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്. അവിടെയുള്ള വിഗ്രഹങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ശുദ്ധിയാക്കിയെങ്കിലും ഇപ്പോ മുശ്രിക്കുകളായ അറേബ്യൻ ഉപദ്വീപിൽ ജീവിക്കുന്ന പല ഗോത്രത്തിലെ ആളുകൾ ഇപ്പോൾ അവിടെ ഹജ്ജിന് വരാറുണ്ട്. ഇപ്പോഴും മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ അവിടെ ഹജ്ജ് ചെയ്യുന്നു. ജാഹിലിയ കാലം മുതൽ ഹജ്ജ് ചെയ്തു വരുന്ന മുശ്രിക്കുകളായ പല തരത്തിലുള്ള വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകൾ ഇപ്പോഴും അവിടെ ഹജ്ജ് ചെയ്യുന്നുണ്ട്.
അതുമാത്രമല്ല നഗ്നരായി ഹജ്ജ് ചെയ്യുക, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നഗ്നരായി ഹജ്ജ് ചെയ്യുന്ന സമ്പ്രദായം ജാഹിലിയ കാലം മുതൽക്ക് അവിടെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ മക്കയിൽ മസ്ജിദുൽ ഹറമിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വർഷം സ്വയം ഒരു നേതൃത്വം നൽകി ഹജ്ജ് ചെയ്യുന്ന മാറി നിൽക്കുകയും ഇനി വരുന്ന ഒരു പ്രവാചകന്റെ നേതൃത്വത്തിലുള്ള ഈ ഇസ്ലാമിക ഭരണകൂടം എന്ന നിലക്ക് മക്ക എന്നുള്ളത് ഇനി മറ്റൊരു നിയമത്തിൻ കീഴിൽ ഇനി തുടരാൻ ഉദ്ദേശിക്കുന്നു എന്ന് മുഴുവൻ അറബികളെയും അറിയിക്കുക എന്നൊരു ഉദ്ദേശത്തിൽ കൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഹജ്ജിന്റെ നേതാവായി അങ്ങോട്ട് നിയോഗിക്കുന്നു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായി പോകുന്ന അബൂബക്കർ സിദ്ദീഖ് ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കും. അതായിരിക്കും ഇനിയുള്ള കാലത്ത് മസ്ജിദുൽ ഹറമിന്റെ വിഷയത്തിലുള്ള നിയമങ്ങളും നയനിലപാടുകളുമായി അറിയപ്പെടുക. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിയോഗിച്ചു. അവർ യാത്ര പുറപ്പെട്ടു. അവർ മക്കയിലേക്ക് പുറപ്പെട്ടു. പ്രവാചകന്റെ ബലിയറുക്കാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വകയായി 20 ഒട്ടകങ്ങളെ, ബലിമൃഗങ്ങളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബലിയറുക്കാനായി തയ്യാറാക്കിയ ആ 20 ഒട്ടകങ്ങളെ, ഈ ഒട്ടകങ്ങളെ ബലിയറുക്കാൻ വേണ്ടി സജ്ജീകരിക്കാൻ വേണ്ടി അതിന് അടയാളമുണ്ടെന്ന സമ്പ്രദായമുണ്ട്. ഒരു മാല പോലെ എന്തെങ്കിലും ഒരു അടയാളം, അല്ലെങ്കിൽ അതിന്റെ ശരീരത്തിൽ എന്തെങ്കിലും നിറം കൊണ്ടുള്ള ഒരു അടയാളം, പ്രത്യേകിച്ച് ഒരു മാല പോലുള്ള ഒരു വസ്തു അതിന്റെ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ബലിമൃഗമാകാനുള്ളതാണ് എന്നുള്ളതാണ് അന്നത്തെ അറബികൾക്കിടയിൽ പിന്തുടർന്നു വരുന്ന സമ്പ്രദായം. അപ്പൊ അത് ബലിയായി കൊണ്ടുപോകുന്ന ഹജ്ജിന് വരുന്ന യാത്രാ സംഘങ്ങളോടൊപ്പം ഒരുപക്ഷെ ഇതുപോലെ 10ഉം 100ഉം എത്രയാണോ ആളുകൾ അതിനനുസരിച്ച് ഒട്ടകങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ ഒട്ടകങ്ങളെ കണ്ടാൽ തന്നെ അറിയാം അത് ബലിയെറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒട്ടകങ്ങളാണ്. നാജിയത്ത് ഇബ്നു ഹൻദല എന്ന് പറയും, ഇബ്നു ജുന്ദുബ് എന്ന് പറയുന്ന ഒരു സ്വഹാബി കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒട്ടകങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം അയച്ചിരുന്നു. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ വക ഒരു 5 ഒട്ടകം ഈ സംഘത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ബലിയെറുക്കാൻ 5 ഒട്ടകങ്ങൾ അല്ലെങ്കിൽ 20 ഒട്ടകങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു ചില്ലറ സംഖ്യയല്ലല്ലോ. നമ്മളത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരൊട്ടകത്തിന്റെ വില, അതിന്റെ ഒരു മൂല്യം, അന്നത്തെ അറേബ്യൻ സംസ്കാരത്തിൽ ഒരൊട്ടകത്തിന്റെ വാല്യൂ എത്രത്തോളമാണ് എന്നുള്ളത് വലുതാണ്. അതിനെ ബലിയർപ്പിക്കുക എന്നുള്ളത് അത്ര വലിയൊരു സമ്പത്തും തങ്ങളുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകവും, എല്ലാത്തിനും ആശ്രയിക്കുന്ന വാഹനത്തിനായിരുന്നാലും ഭക്ഷണത്തിനായിരുന്നാലും അതുപോലെ തന്നെ ടെന്റുകളും അവരുടെ മറ്റു സാമഗ്രികളും ഉണ്ടാക്കുന്നതും അതിന്റെ ഒട്ടകത്തിന്റെ തോലും ഒട്ടകത്തിന്റെ പാലും അതിന്റെ എല്ലുകളും, അങ്ങനെ ഒരു അറബിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും അതിപ്രധാനമായ, അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധികളിൽ ഒന്നാണ് ഈ ഒട്ടകം. അതിന് 20ഉം അങ്ങനെ പല കണക്കിൽ ഒട്ടകങ്ങളെ ബലിയെറുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അയച്ചു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഈ സംഘം, അമീറായി പോകുന്ന ഈ സംഘം മദീനയിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് സൂറത്തു തൗബയിലെ തുടക്ക ഭാഗങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കുന്നത്. സൂറത്തു തൗബയുടെ തുടക്കം നമുക്കറിയാം. ബറാഅത്തു മിനല്ലാഹി വറസൂലിഹി ഇലല്ലദീന ആഹദ്തു മിനൽ മുശ്രിക്കീൻ. ഇതുവരെയുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ നടത്തിയ മക്കയിലുള്ള ആളുകളായിട്ടായിരുന്നാലും മറ്റുള്ള മുശ്രിക്കുകളുമായിട്ടുള്ള ഇടപാടുകളിൽ നിന്ന്, ഉടമ്പടികളിൽ നിന്ന് അതിന്റെ ഒന്നുകിൽ അതിനൊരു കാലാവധി ഉണ്ടാകും, അതോടുകൂടി അവസാനിക്കും. അതല്ലെങ്കിൽ യാതൊരു ഉപാധിയുമില്ല, ഉടമ്പടിയും ഇല്ലാത്ത മുശ്രിക്കുകളുണ്ട് എങ്കിൽ അവർക്ക് മക്കയിൽ ഒരു 4 മാസം അവർക്കൊരു അവധി നൽകും. അതിനുശേഷം അവരുമായി യാതൊരു ഇടപാടുകളോ സഖ്യങ്ങളോ ഉടമ്പടികളോ ഉണ്ടാകില്ല. അതിൽ നിന്ന് പൂർണ്ണമായും അള്ളാഹുവും റസൂലും ബറാഅത്താണ്, അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് സൂറത്തു തൗബയുടെ തുടക്കം മുതൽ ചെയ്യുന്നത്. അപ്പൊ ഈ ബറാഅത്ത് എന്ന് തുടങ്ങുന്ന ഈ സൂറത്തു തൗബ, അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആ സൂറത്ത് തന്നെ അവതരിച്ചു എന്ന് പറയാം. ചില ആയത്തുകൾക്ക് മുമ്പ് അവതരിച്ചിട്ടുണ്ട് എങ്കിലും അപ്പൊ ഇത് അവതരിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്തു തൗബയും അതുപോലെ തന്നെ ഈ പ്രഖ്യാപനം ഒക്കെ നടത്താൻ വേണ്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഇതിന് പുറകെ ഈ സംഘമൊക്കെ യാത്ര പുറപ്പെട്ട് കുറെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ നിയോഗിച്ചു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, അന്നത്തെ അറബികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു സഖ്യം ഒരാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരാളുടെ നേതൃത്വത്തിലാണ് അത് ഉണ്ടാകുന്നത് എങ്കിൽ അത് ദുർബലപ്പെടുത്തണമെങ്കിൽ, അതല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു എഡിറ്റിങ്സോ അല്ലെങ്കിൽ അത് കാലാവധി നീട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണമെങ്കിൽ ഒന്നുകിൽ അയാൾ തന്നെ പറയണം,
അതല്ലെങ്കിൽ അയാൾ നിശ്ചയിക്കുന്ന അയാളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാർ, ഗോത്രക്കാർ, അവരിൽ ആരെങ്കിലും പറയണം. അപ്പൊ അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കാനുള്ള കാരണം. അലി റളിയല്ലാഹു അൻഹു റസൂലുമായി നിരവധി ബന്ധങ്ങളുള്ള വൈവാഹിക ബന്ധമുണ്ട്, അതുപോലെ തന്നെ അല്ലാതെ പിതൃവ്യ പുത്രനാണ്, അങ്ങനെയുള്ള പല ബന്ധങ്ങൾ പ്രവാചകനുമായി ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനു വേണ്ടി ഈ കുറച്ച് പ്രഖ്യാപനങ്ങൾ നടത്താൻ വേണ്ടി നിയോഗിക്കുകയും ചെയ്തു. അദ്ദേഹം വഴി മധ്യേ തന്നെ മക്കയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുമായി കണ്ടുമുട്ടി. ആ സംഭവം നമുക്ക് ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ കഴിയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം ഖസ്വാ എന്ന് പറയുന്ന ഒട്ടകം, പ്രവാചകന് പല ഒട്ടകങ്ങളും കോവർ കഴുതുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഖസ്വാ എന്ന് പറയുന്ന ആ പ്രവാചകന്റെ പ്രസിദ്ധമായ ഒട്ടകത്തിന്റെ ശബ്ദം കേട്ടു. അത് ഇവിടെ അടുത്തെവിടെയും ഉണ്ട്. അപ്പോൾ റസൂലെങ്ങാനും ഇനി അടുത്തെത്തുകയാണോ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു ആശങ്കയിലായി. അപ്പോൾ നോക്കിയപ്പോൾ അലി റളിയല്ലാഹു അൻഹു വരുന്നു. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഇതായിരുന്നു. കാരണം അലി റളിയല്ലാഹു അൻഹു തന്നെ നിയോഗിച്ചു, പ്രവാചകന്റെ തന്നെ ഒട്ടകത്തെ അദ്ദേഹത്തിന് നൽകി, അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ, ഈ കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ. അപ്പോൾ ഈ ഖസ്വാ എന്ന ഒട്ടകത്തെയും അതിന് മുകളിൽ അലി റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന തലമുതിർന്ന പ്രവാചകന്റെ സന്നദ്ധ സഹചാരിയായ മനുഷ്യൻ, വളരെ ചെറുപ്രായക്കാരനായിരുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, അമീറുൻ അൻത അം റസൂൽ? അലി, നീ വന്നത് അമീറായിട്ടാണോ അതല്ല പ്രവാചകന്റെ ദൂതനായിട്ടാണോ? അതൊക്കെ ഒരു ഇസ്ലാമിക ലോകത്ത് മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ചില മര്യാദകളാണ്. വളരെ തലമുതിർന്ന പ്രവാചകനോളം പ്രായമുള്ള ആളാണല്ലോ, വളരെ അടുത്ത സമപ്രായക്കാരെന്ന് പറയാവുന്ന രൂപത്തിലാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തമ്മിലുള്ള ബന്ധം. വളരെ ചെറുപ്രായക്കാരൻ അലി റളിയല്ലാഹു ചോദിച്ചു, പ്രവാചകന്റെ ഒട്ടകപ്പുറത്ത് വരെയാണ്, വളരെ ചെറുപ്പക്കാരൻ അലി, അലി അമീറുൻ അൻത അം റസൂൽ? അലി, നീ വന്നത് അമീറായിട്ടാണോ? ഈ മൊത്തം സംഘത്തിന്റെ അമീറായി പ്രവാചകൻ താങ്കൾ നിയോഗിച്ചതാണോ? അതല്ല അം റസൂൽ, അതല്ല എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി റസൂൽ നിയോഗിച്ചതാണോ? ലാ ബൽ റസൂൽ, ഞാൻ ഒരു ദൂതനായിട്ടാണ്, റസൂലിന്റെ ഒരു റസൂലായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്നിട്ട് പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹു കൈവച്ച് ഒരു എഴുത്തെഴുതി കൊടുത്തിരുന്നു. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേണ്ടി അലി റളിയല്ലാഹു അൻഹു വരുന്നത് ഇതിനാണ്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തെ ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ആ എഴുത്ത് കൈമാറി. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വായിച്ചു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഈ ഹജ്ജിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഘത്തോടൊപ്പം ചേർന്നു. അങ്ങനെ അവസാനം ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെയും തുടങ്ങി. യൗമുൻ നഹർ, ദുൽഹിജ്ജ 10 ആ ദിവസം എത്തി. ദുൽഹിജ്ജ 10ാമത്തെ ദിവസം അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. അന്നുള്ള അവിടെ കൂടിയിരിക്കുന്ന വലിയ ആ ജനസഞ്ചയത്തിനിടയിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നിയോഗിച്ചയച്ച ആ കൽപ്പനകൾ അലി റളിയല്ലാഹു അൻഹു ആ സമൂഹത്തിന്റെ മുമ്പാകെ പ്രഖ്യാപിച്ചു. അത് പ്രധാനപ്പെട്ട ഒന്നാണ്, ലാ യഹുജ്ജന്ന ബഅദ ഹാദൽ ആമി മുശ്രിക്കുൻ. ഇനി ഈ മസ്ജിദുൽ ഹറമിൽ, ഈ കാബയിൽ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളിൽ, ഹജ്ജിന്റെ ആമാലുകളിൽ ഈ വർഷത്തിന് ശേഷം, ഇനി അടുത്ത വർഷം മുതൽ ഒരു മുശ്രിക്കായ മനുഷ്യനും ഹജ്ജ് ചെയ്യാൻ പാടില്ല. ഹജ്ജ് എന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമായി, ഈ ആദർശം സ്വീകരിച്ച യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടാണ് ഇനി ഹജ്ജുള്ളത്. ഇനി ഒരു മുശ്രിക്കും അവരുടെ അന്ധവിശ്വാസങ്ങളും വിഗ്രഹാരാധനയുടെ മറ്റ് സംസ്കാരങ്ങളും കൊണ്ട് മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. വലാ യതൂഫു ബിൽ ബൈത്തി ഉരിയാനു, നഗ്നനായി ഇനി ഒരാൾക്കും മസ്ജിദുൽ ഹറമിൽ കാബയെ തവാഫ് ചെയ്യാനുള്ള അധികാരമോ അവകാശമോ ഇല്ല. അതുപോലെ തന്നെ വലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിനൂൻ, അത് മറ്റൊരു മൊത്തത്തിലുള്ള പ്രഖ്യാപനമാണ്. സ്വർഗം നേടണമെങ്കിൽ, സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ അതൊരു മുഅ്മിന് മാത്രമേ കഴിയുകയുള്ളൂ. അത് ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയതാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാലും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്ത് ഒരു പഴയകാല ജാഹിലിയ കാലത്തെ പോലെയുള്ള ഹജ്ജുകൾ നിർവഹിച്ചാലൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അതിന് ആദർശം, ഈമാൻ, ശരിയായ വിശ്വാസം അത് അനിവാര്യമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ വമൻ കാന ലഹു അഹ്ദുൻ ഫഅഹ്ദുഹു ഇലാ മുദ്ദതി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടെങ്കിലും ഇതിനു മുൻപ് ഇന്നൊരു കാലാവധി വെച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സഖ്യമോ ഉടമ്പടിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ കാലത്തേക്ക് വരെ അതിന് പ്രാബല്യമുണ്ടാകും. ഇനി വമൻ ലം യകുൻ ലഹു അഹ്ദുൻ, ഇനി ആരോടും പ്രവാചകൻ ഒരു പ്രത്യേക തരത്തിലുള്ള ഉടമ്പടിയൊന്നും വെച്ചിട്ടില്ല, ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, പരസ്പരം സഖ്യമാണ്
ഇന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അനുവാദമുണ്ട്, അധികാരമുണ്ട്, ഇവിടെ ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഉടമ്പടിയും വെച്ചിട്ടില്ല എങ്കിൽ ഫഅജലുഹു അർബഅതു അഷ്ഹുർ, 4 മാസമാണ് അവർക്കുള്ള ഇനിയുള്ള അവധി, ഒരു കാലാവധി എന്ന് പറയുന്നത്. ആ 4 മാസക്കാലം വരെ അവർക്ക് അവിടെ ഇടപെടാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുമുള്ള സാവകാശം കൊടുക്കുകയാണ്. ആ 4 മാസത്തിനപ്പുറത്തേക്ക് അവർക്ക് ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാനോ അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് അള്ളാഹുവിനെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്വവും ഉണ്ടാവുകയില്ല. ആ സൂറത്തു ബറാഅയുടെ അതേ ആശയം സൂറത്തു തൗബയിലെ ആ ആദ്യ വചനങ്ങൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുകയും ചെയ്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ജാഹിലിയ കാലത്ത് നിലനിന്നിരുന്ന വളരെ പ്രധാനപ്പെട്ട സമ്പ്രദായങ്ങളിൽ ഒന്നായിരുന്നു നഗ്നമായി തവാഫ് ചെയ്യുക എന്നത്. സ്ത്രീകൾ നഗ്നമായി തവാഫ് ചെയ്യുകയും അതുപോലെ തന്നെ പട്ടാപ്പകൽ പോലും ആളുകൾ കാണുക തന്നെ തവാഫ് ചെയ്യുകയും കവിതകൾ ആലപിക്കുകയും ചെയ്തിരുന്ന കാലത്തെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ആറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, എല്ലാ മസ്ജിദുകളുടെ അടുക്കലും മസ്ജിദിൽ പ്രവേശിക്കുകയാണെങ്കിൽ, നിസ്കാര സ്ഥലത്തേക്ക് പള്ളിയിലേക്ക് വരികയാണെങ്കിൽ ഖുദൂ സീനതകും, നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങൾ സ്വീകരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് ഈ ഒരു സന്ദർഭത്തിലാണ്, ഈ ഒരു പശ്ചാത്തലമൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അഥവാ വസ്ത്രം, ഏറ്റവും അലങ്കാരം എന്ന് പറയുന്നതിൽ ഒന്നാമത് വസ്ത്രം പെടും. നല്ല വസ്ത്രം ധരിക്കുക പള്ളിയിലേക്ക് വരുമ്പോൾ. അതുപോലെ തന്നെ ഒരു നാട്ടിൽ ഒരു മാന്യമായ വസ്ത്രം, നല്ല രൂപത്തിലൊരു അലങ്കാരം എന്നറിയപ്പെടുന്നത് ഒക്കെ പള്ളിയിൽ വരുമ്പോൾ ധരിക്കാം. അതുകൊണ്ട് തന്നെ ചില നാടുകളിൽ, അറബ് നാടുകളിലൊക്കെ വ്യാപകമായി എല്ലാ ആളുകളും സ്ഥിരമായി തൊപ്പി ഉപയോഗിക്കുന്ന ആളുകളാണ്. അതേപോലെ തലപ്പാവും തൊപ്പിയും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ. അപ്പോൾ പണ്ഡിതന്മാരോട് ചോദിച്ചു, പള്ളിയിൽ പോകുമ്പോൾ തൊപ്പി ഉപയോഗിക്കുന്ന നിർബന്ധമാണോ? പണ്ഡിതന്മാർ, ആധുനിക ലോകത്തിൽ തന്നെ സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും. ഒരു നാട്ടിൽ അതൊരു മാന്യതയുടെ, ഒരു അലങ്കാരത്തിന്റെ, ആളുകൾക്ക് ഒരു ഗൗരവഭാവത്തിൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡിൽ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ് നിങ്ങളുടെ നാട്ടിൽ തൊപ്പിയെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ആ പള്ളിയിൽ പോകുമ്പോൾ തൊപ്പി ധരിക്കണം. കാരണം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, പള്ളിയിലെ എല്ലാ പള്ളികളുടെ അടുക്കലും മസ്ജിദുകളുടെ അടുക്കലും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങൾ സ്വീകരിക്കണം, നല്ല വസ്ത്രങ്ങൾ സ്വീകരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനയാണല്ലോ എന്ന് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അത് നാടിനനുസരിച്ച് നമുക്ക് മാറ്റം വരും. ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു ആയത്തിൽ നിന്ന് ഈ സാന്ദർഭികമായി പറയുകയാണെങ്കിൽ പള്ളിയിൽ വരുമ്പോൾ ഒരു നാട്ടിൽ സാധാരണ രീതിയിൽ ആളുകൾക്കിടയിൽ ആളുകൾ ഒരു നല്ലൊരു സ്ഥലത്ത് ഉപയോഗിക്കാത്ത, ഒരു മാന്യമായ സ്ഥലത്ത് ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കളിസ്ഥലങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കുകയും ഒരു മാന്യമായ വസ്ത്രധാരണം പള്ളിയിലേക്ക് പോകുമ്പോൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നത് ഈ ഒരു ആയത്തും ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചുരുക്കി മനസ്സിലാക്കാം. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ അന്നത്തെ ഹജ്ജിന്റെ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രഖ്യാപനവും മറ്റു കാര്യങ്ങളുമൊക്കെ ഒരുപക്ഷെ എല്ലാ ആളുകൾക്കും അത് എത്തിപ്പെടാനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പോൾ അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഒരു പ്രത്യേക ഒരു ഈ പ്രഖ്യാപനം നടത്താൻ വേണ്ടി നിയോഗിച്ചു. ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങളൊക്കെ ക്രോഡീകരിച്ച് ഇതേ പ്രഖ്യാപനങ്ങൾ തന്നെ പല സ്ഥലത്ത് ജനങ്ങളുടെ ഇടയിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് തെരഞ്ഞെടുത്തത്. അദ്ദേഹം തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, ബഅസനി അബൂബക്രിൻ ഫീ തിൽക്കൽ ഹജ്ജ ഫീ മുഅദ്ദിനീന ബഅസഹും യൗമൻ നഹർ യുഅദ്ദിനൂന ബിബിനാ. മിനായിൽ ഈ ദുൽഹിജ്ജ 10-ാം തീയതി യൗമുൻ നഹറിൽ മിനായിൽ വെച്ച് ഈ പറഞ്ഞ ആളുകളോട് ഈ പ്രഖ്യാപനങ്ങൾ ആവർത്തിക്കാൻ, അഥവാ നേരത്തെ പറഞ്ഞ അതേ പ്രഖ്യാപനങ്ങൾ തന്നെ ആവർത്തിക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നെയായിരുന്നു നിയോഗിച്ചിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. ഏതായിരുന്നാലും ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അബൂബക്കർ സിദ്ദീഖിന്റെ ഈ പ്രവാചകൻ ഹജ്ജ് ചെയ്തതിന് തൊട്ടു മുമ്പുള്ള വർഷമാണല്ലോ ഇത് നടക്കുന്നത്. ആദ്യം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ ഹജ്ജ് ഒരു മസ്ജിദുൽ ഹറമിനെ ഒന്ന് ശുദ്ധീകരിച്ച് ഇനി മുതൽ മുശ്രിക്കുകളുടെ ഈ തരത്തിലുള്ള പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ വിമലീകരിച്ച് ഈ നഗ്നരായി തവാഫ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടേതായ പല ആചാരങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭം പൂർണ്ണമായി ഈ ഹജ്ജോടുകൂടി നിർത്തലായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മസ്ജിദുൽ ഹറമിൽ ഇനി മുതൽ മുസ്ലിം ആയ ആളുകൾക്ക് മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടാവുക. അത് ഇന്നും അങ്ങനെ തന്നെ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ അങ്ങനെ തന്നെ തുടരുന്നതും കാണാൻ കഴിയും. പിന്നെ മുശ്രിക്കീങ്ങളായ ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ തൊട്ടടുത്ത വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് മുതൽ തന്നെ അത് പ്രാബല്യത്തിൽ വന്നു. ഒരാളും പിന്നെ ഹജ്ജ് ചെയ്യാനുള്ള അനുവാദം നൽകപ്പെട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതോടുകൂടി നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹിജ്റ 9 ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ അവസാനിച്ചു. ഒരുപാട് സംഭവങ്ങൾ
എനിക്ക് തോന്നുന്നു ഒരു 5, 6, 7 ക്ലാസ്സുകളായി ഹിജ്റ 9 സംഭവ വികാസങ്ങൾ മാത്രമാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. ഒരു 10, 20 അതിൽ കൂടുതലോ വഫ്ദുകളെ കുറിച്ച്, അതിലുള്ള പാഠങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതുപോലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. ഇനി നമ്മൾ ഹിജ്റ 10ാമത്തെ വർഷത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഹിജ്റ 10ാം വർഷവും ഹിജ്റ 9 പോലെ അത്ര സംഭവ ബഹുലം ഒന്നുമല്ലെങ്കിലും പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഹിജ്റ 10 ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഇസ്ലാമിൻ്റെ ഒരു വളർച്ചയുടെ കാലഘട്ടവും ഓരോ വർഷവും അതിൽ മാറി മാറി വരുന്ന സാഹചര്യങ്ങളെ കുറിച്ചുമൊക്കെ ഒരു ഏകദേശ ധാരണ നമുക്കിപ്പോൾ ഉണ്ടാകും. ഇസ്ലാം രഹസ്യം പ്രബോധനം മക്ക കാലഘട്ടത്തിൽ തുടങ്ങി പരസ്യ പ്രബോധനത്തിലെത്തി, മദീനയിലെത്തി, അതിന് ബദറും ഉഹദും അതുപോലെ തന്നെ ഖന്തഖും മക്കം ഫത്തും ഒക്കെ വന്ന് ഇസ്ലാമിന് ശക്തി ആർജിച്ചു. അതുപോലെ തന്നെ ഹിജ്റ 9 പലതരത്തിലുള്ള അറേബ്യൻ ഉപദ്വീപിലെ നിരവധി ഗോത്രങ്ങൾ വന്ന് പ്രവാചകനെ അടുത്ത് വന്ന് നിവേദക സംഘങ്ങളായി വന്ന് ഇങ്ങോട്ട് വന്ന് ബൈഅത്ത് ചെയ്ത് ഉടമ്പടി ചെയ്ത് ഇസ്ലാം സ്വീകരിച്ചു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ച മറ്റൊരു ഏരിയ ആയിരുന്നു, അങ്ങോട്ട് ഈ പല നാടുകളിൽ നിന്നും വഫ്ദുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. അവരൊക്കെ ചില വഫ്ദുകളൊക്കെ ചില നിവേദക സംഘങ്ങളൊക്കെ ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങി, പ്രവാചകരെ ഞങ്ങൾക്ക് ഒരാളെ അയച്ചു തരണം, അല്ലെങ്കിൽ ഞങ്ങളിൽപ്പെട്ട ഏറ്റവും അറിവുള്ള ഒരാളെ താങ്കൾ തന്നെ നിയോഗിച്ച് ഞങ്ങൾക്ക് നിസ്കാരത്തിന് ഇമാമാകാനും ഞങ്ങൾക്ക് ദീനീ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനും വേണ്ടി താങ്കൾ നിയോഗിച്ചു തരണം. ചില ആളുകൾക്കൊക്കെ അങ്ങനെ പറ്റുന്ന ആളുകളെ പ്രവാചക അപ്പോൾ തന്നെ നിയോഗിച്ചു കൊടുത്തു. എന്നാൽ വേറെ ചില സ്ഥലങ്ങളിൽ ചില ഒരുപാട് ആളുകളുള്ള അല്ലെങ്കിൽ കുറെ കൂടി സവിശേഷമായ ശ്രദ്ധ പതിയേണ്ട ചില സ്ഥലങ്ങളുണ്ടാകും. ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ടാകും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. കാരണം ആളുകളൊക്കെ പുതുതായി ഇസ്ലാമിലേക്ക് വന്നതാണ്. അവിടെ ഉള്ള നിലവിലുള്ള ഇതുവരെയും ജാഹിലിയത്തിന്റെ സമ്പ്രദായങ്ങളും ഭരണക്രമവും ഒക്കെ പിന്തുടർന്നു വന്ന ആളുകൾ അവിടെ ഒരു ഇസ്ലാമിന്റെ ഭരണം വരുമ്പോൾ പെട്ടെന്ന് അവിടെയുള്ള ആളുകൾക്ക് തന്നെ അത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സക്കാത്ത് പിരിച്ചെടുക്കുക, സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ നടത്തുക, അവിടെയുള്ള പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുക, ദീനിൽ കുറച്ചുകൂടി ആഴത്തിൽ അറിവുള്ള ആളുകൾ അങ്ങനെയുള്ള പല പ്രദേശങ്ങളിലും ആവശ്യമായി വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 10 ശ്രദ്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പല ദേശങ്ങളിലേക്ക് പ്രബോധകന്മാരെ നിയോഗിക്കുവാൻ. ഈ പ്രബോധകന്മാരെ നിയോഗിക്കുക എന്ന് പറയുമ്പോൾ ഒരു വെറും പ്രബോധകർ എന്ന നിലക്ക് മാത്രമല്ല, ഒരു നാടിന്റെ ഒരു കുറച്ചു കാലത്തേക്കുള്ള നിയന്ത്രണം കൂടി ഏറ്റെടുക്കുക. അവിടെ ഇസ്ലാമിൻ്റെതായ ഒരു ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രതിനിധി എന്ന നിലയിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുക, ആ നാട്ടിലുള്ള പ്രശ്നങ്ങൾക്ക് വിധി പറയുക, ആ നാട്ടിലുള്ള സക്കാത്ത് പിരിച്ചെടുത്ത് അത് വിതരണം ചെയ്യാനുള്ള കാര്യങ്ങൾ കുറ്റമറ്റ രൂപത്തിൽ ചെയ്യുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു ഗവർണർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിൽ സ്വഹാബിമാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ നിയോഗിച്ച ഒരാളാണ് ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള, അതിൽ ഹിജ്റ 10 ആദ്യമായി നിയോഗിക്കപ്പെട്ട ഇങ്ങനെ ഒരു 2 പ്രതിനിധികളാണ് മുആദ് റളിയല്ലാഹു അൻഹു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. ഇവർ രണ്ടുപേരും നിയോഗിക്കപ്പെടുന്നത് യമനിലേക്കാണ്. യമനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. യമൻ എന്ന് പറയുന്ന അറബികളുടെ ഉത്ഭവസ്ഥാനമാണ്. അറബികൾ എല്ലാവരും അറബികളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് യമനിൽ നിന്നാണ്. അതിൽ നിന്നാണ് യമൻ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള, ഇന്നും നമ്മൾ ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ അറേബ്യൻ ഉപദ്വീപിന്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് കടലിനോട് ചേർന്നാണ് യമൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് വന്ന അറബികളിൽ ഭൂരിഭാഗവും ഇവിടെയുള്ള പല കുടുംബങ്ങളും അറബി ഗോത്രങ്ങളും ഒക്കെ യമനി പാരമ്പര്യമുള്ള കുടുംബങ്ങളും ഗോത്രങ്ങളുമാണ്. കാരണം അവരാണ് തീരത്ത് താമസിക്കുന്നത്. യമനിലെ പല പട്ടണങ്ങളും, ഹദറമൗത്ത്, അത് കേരളത്തിൽ തന്നെ ആളുകൾക്ക് സുപരിചിതമായ ഒന്നാണ്. ഹദറമികൾ എന്നറിയപ്പെടുന്ന ഈ അറബി കുടുംബങ്ങൾ, തങ്ങന്മാർ എന്നൊക്കെ പേരുള്ള ആളുകൾ ഒക്കെ യമനിലെ ഹദറമൗത്ത് എന്ന് പറയുന്ന സ്ഥലത്തിനോട് ചേർത്ത് അറിയപ്പെടുന്ന ഒന്നാണ്. ഏദൻ എന്നറിയപ്പെടുന്ന പ്രദേശം യമനിലാണ്. അങ്ങനെ തുടങ്ങി യമൻ ഒരുപാട് സമ്പന്നമായ, കൃഷി കൊണ്ട് സമ്പന്നമായ, അതുപോലെ തന്നെ കച്ചവടം കൊണ്ട് സമ്പന്നമായ അറേബ്യൻ ഉപദ്വീപിലെ തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊന്നായിരുന്നു യമൻ. അപ്പൊ യമനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യമൻ പൂർണ്ണമായി ഇസ്ലാം സ്വീകരിച്ചില്ല, പക്ഷേ യമനിലെ പല ഗോത്രങ്ങളും, പ്രസിദ്ധമായ ഗോത്രങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ വന്നതും വഫ്ദും ഒക്കെ നമ്മൾ മുൻപ് ക്ലാസ്സുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി യമൻ മൊത്തത്തിൽ തന്നെ ഒരു സ്വഹാബിയെ കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ യമനെ 2ആയി ഭാഗിച്ച് യമനിലെ മുകൾ പ്രദേശം, അതിന്റെ വടക്ക് പ്രദേശം മുആദ് റളിയല്ലാഹു അൻഹു, അതിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനുമായി വീതം വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുന്നത്. അപ്പോൾ ഒരേ സമയം 2 സ്വഹാബിമാരെ പ്രവാചകൻ അങ്ങോട്ടേക്ക് നിയോഗിച്ചു എന്നുള്ളതാണ്. ആ നിയോഗവും അതുപോലെ തന്നെ ഇവർക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയ്യത്തുകളും ഒക്കെ ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാഠങ്ങൾ ലഭിക്കുന്ന ഒന്നുകൂടിയാണ്. ഒരു പ്രബോധകൻ എന്ന നിലയിൽ ഒരു
സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം നമ്മൾ പ്രചരിപ്പിക്കാനും പ്രബോധനം ചെയ്യാനും ശ്രമിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കാനും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ചെയ്യേണ്ട അടിസ്ഥാന പാഠങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയും അത് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹുവിനും അബൂ മൂസ റളിയല്ലാഹു അൻഹു രണ്ടുപേരോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പോകുമ്പോൾ നൽകിയ വസിയത്തിലൊന്നാണ് ബശ്ശിറ വലാ യസ്സിറ വലാ തുഅസ്സിറ. യസ്സിറ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുക എന്നതായിരിക്കണം. അത് നമ്മളൊക്കെയും ഞാനും നിങ്ങളും അടക്കം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ദീൻ പ്രബോധനം ചെയ്യുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ, ആളുകളുടെ മാനസിക നിലവാരത്തിന് യോജിക്കുന്ന തരത്തിൽ, ആളുകൾക്ക് എളുപ്പം തോന്നുന്ന തരത്തിലാണ് ദീൻ പറയേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും കാണിച്ചു കൊടുക്കേണ്ടതും തിരുത്തേണ്ടതും. വലാ തുഅസ്സിറ, പ്രവാചകന്റെ വാചകങ്ങൾ എത്ര കൃത്യമാണ്, എത്ര നമ്മുടെ നിലപാട് എത്ര കൃത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വലാ തുഅസ്സിറ, ഉസ്ർ ഉണ്ടാക്കരുത്. ജനങ്ങൾക്കൊരു പ്രയാസം, ഈ ദീൻ ഇങ്ങനെ ഒന്ന് പറയുമ്പോഴും ഇതിന്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇതെന്തോ ഒരു മനുഷ്യൻ ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരു സന്യാസ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന വലിയ ഉസ്താദുമാർ, അല്ലെങ്കിൽ വലിയ വലിയ അങ്ങനെയുള്ള ആളുകൾ തലപ്പാവും താടിയും അങ്ങനെയൊക്കെയുള്ള പ്രത്യേക വേഷവിധാനമൊക്കെ ധരിച്ച് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒഴിവാക്കി അങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതികളാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലാകരുത്. അത് നമ്മൾ ഈ കാലത്തും എക്കാലത്തും നമ്മൾ സൂചിപ്പിക്കേണ്ട, നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒന്നാണ്. ബശ്ശിറ വലാ തുനഫിറ. ബശ്ശിറ, നിങ്ങൾ ജനങ്ങളോട് സന്തോഷ വാർത്ത അറിയിക്കണം. ദീനിനെ കുറിച്ച് പറയുമ്പോൾ ജനങ്ങൾക്ക് സന്തോഷവും അതുപോലെ തന്നെ അതിനോട് താല്പര്യവുമാണ് വർദ്ധിപ്പിക്കേണ്ടത്. വലാ തുനഫിറ, നിങ്ങൾ ആളുകളെ വെറുപ്പിക്കരുത്. എത്ര കൃത്യമായ പാഠങ്ങൾ, ആ വാചകങ്ങൾ എത്ര കൃത്യമാണ്. വലാ തുനഫിറ, നഫ്രത്തുണ്ടാക്കുക, അല്ലെങ്കിൽ നഫറ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അകറ്റുക, ആട്ടിയകറ്റുക, വെറുപ്പിക്കുക. അടുത്തേക്ക് വരുമ്പോൾ ദീനി കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുന്നതിന് പകരം, അത് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാകുന്നതിന് പകരം അതിൽ നിന്ന് അകന്നു പോകാനുള്ള മനസ്സുണ്ടാകുക ആളുകൾ. അങ്ങനെയുള്ള സംസാരങ്ങൾ, അങ്ങനെയുള്ള ശൈലികൾ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അത് ഒഴിവാക്കണം. ഐക്യമുണ്ടാക്കാനും യോജിപ്പുണ്ടാക്കാനും ശ്രമിക്കണം. വലാ തഖ്തലിഫ, നിങ്ങൾ രണ്ടുപേരോടുമുള്ള ഉപദേശങ്ങളാണ്. അതാണ് ആ വാചകങ്ങളിൽ വരുന്നത്. യസ്സിറ വലാ തുഅസ്സിറ എന്നുള്ള ആ നീട്ടോടുകൂടി വരുന്നത് ആ രണ്ടുപേരോടുമുള്ള കൽപ്പനകൾ എന്ന അർത്ഥത്തിലാണ്. ഇത് പ്രവാചകൻ ഈ രണ്ടുപേർക്കും നൽകിയ ഉപദേശങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്ക് നൽകിയ ഉപദേശങ്ങളാണ് ഖുർആൻ പഠിപ്പിക്കുക. അപ്പോൾ ഖുർആൻ പഠിപ്പിക്കുക, ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുക. അബൂ ബുർദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹു അബൂ മൂസ റളിയല്ലാഹു അൻഹു യമനിലേക്ക് നിയോഗിച്ചപ്പോൾ ഫഅമറഹുമാ അൻ യുഅല്ലിമാ അന്നാസൽ ഖുർആൻ, ജനങ്ങൾ ഖുർആൻ പഠിപ്പിക്കുക എന്ന് പ്രത്യേകമായി പറഞ്ഞു. അത് പ്രവാചകനെ കുറിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച പ്രയോഗമാണ്. യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, കിതാബിനെയും അഥവാ വിശുദ്ധ ഖുർആനും വൽ ഹിക്മ സുന്നത്തിനെയും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇസ്ലാമിക പ്രമാണങ്ങളാണ്, അതിലൂന്നിയുള്ള ആശയങ്ങളാണ്. ഒന്നാമതായും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നത് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ നാട്ടിലേക്ക് പോകുമ്പോൾ ഓരോ നാട്ടിലും നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടാകും. അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പ്രബോധകന്റെ ഒരു ക്വാളിറ്റിയാണ്, ഉണ്ടാകേണ്ട യോഗ്യതയാണ്. അപ്പൊ അബൂ മൂസ റളിയല്ലാഹു അൻഹു അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം യമനിൽ നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അറിയാമല്ലോ, യമനുമായി ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ. അപ്പൊ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ചില സംശയങ്ങളുണ്ടായി. അഥവാ യമനിലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന, അവർ മദ്യം വാറ്റാനും അതുപോലെ തന്നെ മദ്യം സ്റ്റോർ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള പാത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടായി. അപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചോദിച്ച് ഉറപ്പുവരുത്തി അബൂ മൂസ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പോകുന്നതിന് മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ യമനിലുള്ള ആളുകൾ അധികമായി ഉപയോഗിക്കുന്ന, അവർക്കിടയിൽ വ്യാപകമായ ഈ മദ്യത്തിന്റെ ഈ സംഗതി ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. അതിന്റെ വിധി എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച് മനസ്സിലാക്കുകയും അത് അവിടെ പോയി അദ്ദേഹം യമൻകാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും. അപ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ യമനിലുള്ള ഇങ്ങനെയുള്ള പലവിധ തരത്തിലുള്ള മദ്യങ്ങളെ കുറിച്ച് ചോദിച്ചു. ഈ ഒരു സംഭവം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച സംഭവമാണ്. നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഈ സംഭവത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഒന്ന്, ഇസ്ലാമിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്ന്, ഇസ്ലാം ഓരോ കാലഘട്ടത്തെയും അതിജയിച്ച് ജീവിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്, ഇസ്ലാം ഓരോ കാര്യത്തെക്കുറിച്ചും കർമ്മശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ ഓരോ വിഷയത്തിലുള്ള മസ്അലകളെ കുറിച്ചും എല്ലാ ലോകത്തുള്ള ഓരോ പ്രശ്നങ്ങളെയും
കൈകാര്യം ചെയ്യുകയും അതിനെക്കുറിച്ചുള്ള ഇങ്ങനെ ഓരോ ചെറിയ സൂക്ഷ്മ പ്രശ്നങ്ങൾക്കും പരിഹാരം പറഞ്ഞു പോവുകയും ചെയ്യുന്ന ശൈലിയല്ല സ്വീകരിച്ചത് എന്നതുകൊണ്ടാണ്. കാരണം ഓരോ കാലഘട്ടത്തിലും ഓരോ നാട്ടിലും ഓരോ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാ നാട്ടിലെയും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചത് അസാധ്യമാണ്. അപ്പോൾ ഇസ്ലാം അവിടെയൊക്കെ കണ്ടത് അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുകയും ഏറ്റവും അടിസ്ഥാനപരമായി ശരിയാക്കേണ്ട കാര്യങ്ങൾ ശരിയാക്കുകയും ബാക്കിയുള്ള ഏത് കാലത്തും ഏത് സമൂഹത്തിലും ഇനി എത്രയൊക്കെ കാലങ്ങൾ മുന്നോട്ട് പോയാലും അവിടെയൊക്കെയും ആപ്ലിക്കബിൾ ആവുകയും ചെയ്യുന്ന ചില തത്വങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടൊരു ഉദാഹരണം കൂടിയാണ് അബൂ മൂസ റളിയല്ലാഹു അൻഹു സംഭവം. അദ്ദേഹം വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പ്രവാചകരെ, ഇങ്ങനെ യമനിൽ ഈ ഷഈർ ഗോതമ്പിൽ നിന്ന് അല്ലെങ്കിൽ ബാർലിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മദ്യമുണ്ട്, മിസ്ർ എന്ന് പേരുള്ള മദ്യമുണ്ട്. അതുപോലെ തന്നെ ഷറാബുൻ മിനൽ അസലി അൽ ബിത്അ, തേൻ വാറ്റി എടുക്കുന്ന ബിത്അ എന്ന് പേരുള്ള മദ്യമുണ്ട്. അപ്പൊ ഇതിനൊക്കെയുള്ള നമ്മുടെ നിലപാട് എന്താണ്? അറേബ്യയിൽ അന്ന് ഉപയോഗിച്ചിരുന്ന ഈ ഈന്തപ്പഴം ഉപയോഗിച്ചുള്ള മദ്യമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മദ്യങ്ങളുണ്ട്. അപ്പൊ എല്ലാ മദ്യവും ഒരുപോലെയാണോ? എല്ലാ മദ്യത്തിനുള്ള നിലപാട് എന്താണ്? അപ്പൊ ഇതെന്താണ്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു കൊടുത്തത് എന്നാൽ മിസ്റും ബിത്തുവും ഒക്കെ ഹറാമാണ് എന്നല്ല. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, കുല്ലു മുസ്കിരിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്നത് എന്തോ അതൊക്കെയും നിഷിദ്ധമാണ്. സക്ർ എന്ന് പറഞ്ഞാൽ ലഹരി, മത്ത്. മുസ്കിർ എന്ന് പറഞ്ഞാൽ മത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്, മത്തുണ്ടാക്കുന്നത്, ഒരാളെ ഉന്മത്തനാക്കുന്നത്, ലഹരി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ലഹരി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മനുഷ്യന് ലഹരി സന്നിവേശിപ്പിക്കാൻ കാരണമായി തീരുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതൊക്കെ ഹറാം എന്നാണ് പ്രവാചകന്റെ മറുപടി. അത് ഏത് കാലത്ത് വെക്കുമുള്ള മറുപടിയാണ്. ഇന്ന് ലോകത്ത് ഇന്ന് സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിച്ചായിരുന്നാലും ശരി, കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള ഇന്നത്തെ പല രൂപത്തിലുള്ള ഇലക്ട്രോണിക്കായി ഉപയോഗിക്കുന്ന പല ടൂൾസും ഉണ്ടല്ലോ. ഇന്നത്തെ ചെറിയ കുട്ടികളിൽ പോലും വ്യാപകമായ പലതരത്തിലുള്ള പുതിയ രൂപത്തിൽ മയക്കുമരുന്നും മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, അതൊക്കെ ഇനി അതായിരുന്നാലും ശരി, ഇനി നാളെ പിറ്റേന്ന് ഇനി ഒരു വസ്തുവുമില്ല വേറെ ഏതെങ്കിലും തരത്തിൽ ലഹരി ഉണ്ടാക്കുന്നത് എന്തായാലും അവിടെയൊക്കെയും ഈ ഹദീസ് ആപ്ലിക്കബിൾ ആണ്. ലഹരി ഉണ്ടാക്കുന്നുണ്ടോ? നിഷിദ്ധമായി. അതിന് പേര് മാറിയാലും അതിന്റെ കോലം മാറിയാലും ടെക്നോളജി ഉപയോഗിച്ചതിന് ഇനി ഒരു വസ്തു തന്നെ ഉപയോഗിക്കാതെ ഒരു മനുഷ്യൻ ലഹരി ഉണ്ടാക്കിയാലും ലഹരി ഉണ്ടാക്കുന്നുണ്ടോ അത് നിഷിദ്ധമാണെന്ന് ഇസ്ലാമിന്റെ ഒരു തത്വം അവിടെ രൂപീകരിച്ചു കഴിഞ്ഞു, പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞു. അബൂ മൂസ റളിയല്ലാഹു അൻഹു യമനിൽ ചെന്നിട്ട് വേറെ ചില ആളുകൾ കൊണ്ടുവരാണ്, വേറെ ഏതെങ്കിലും തരത്തിൽ വേറെ എന്തെങ്കിലും വസ്തുവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മദ്യം കൊണ്ടുവരാണ്. വീണ്ടും അതിന്റെ ഹുക്കും അതിന്റെ വിധിയും ചോദിച്ച് പ്രവാചകന്റെ അടുത്തേക്ക് പോകേണ്ട കാര്യം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും സംശയം ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നില്ല. അദ്ദേഹത്തിന് തന്നെ അത് കണ്ടെത്താൻ കഴിയുന്നുള്ളൂ. ലഹരി ഉണ്ടാക്കുന്നുണ്ടോ അത് ഹറാമായി മാറും. അപ്പൊ ഇസ്ലാമിന്റെ ഒരു സവിശേഷതയും ഏത് കാലഘട്ടത്തിലും മറ്റുള്ള ആദർശങ്ങളും അതുപോലെ തന്നെ പല പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ ഓരോ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഓരോ സമൂഹത്തിനും ആവശ്യമുള്ള അതിനെ എതിരിടുന്ന വെല്ലുവിളികൾ വരുമ്പോൾ അവിടെ മാഞ്ഞു പോകുന്നതിന് പിന്നിലുള്ള കാരണവും ഇസ്ലാം മാഞ്ഞു പോകാത്തതിന് പിന്നിലുള്ള കാരണവും ഇത്തരത്തിലുള്ള അതിന്റെ കാലത്തിനും അതുപോലെ തന്നെ സമൂഹത്തിനും അപ്പുറത്തുള്ള അള്ളാഹുവിന്റെ സ്രഷ്ടാവിന്റെ ഇത്തരത്തിലുള്ള നിയമങ്ങളാണ് മുസ്ലിം സമൂഹത്തെ ഈ രൂപത്തിൽ പരുവപ്പെടുത്തിയെടുത്തു. ഇസ്ലാമിക പ്രമാണങ്ങൾ അതിനനുസരിച്ചുള്ള തത്വങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്നതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതൊരു സംഭവം. അതുപോലെ തന്നെ മുആദ് റളിയല്ലാഹു അൻഹു, അബൂ മൂസ റളിയല്ലാഹു അൻഹുവും അങ്ങനെ അവർ ഒരുമിച്ചാണല്ലോ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവർ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അവരുടെ ഒരു യാത്രയിൽ ഉണ്ടായ ഒരു സംഭവം കൂടി സൂചിപ്പിക്കാം. അപ്പോൾ അവർ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ ഒരു സ്ഥലത്ത് ടെന്റ് അടിക്കും. അന്നത്തെ അറബികളുടെ യാത്ര, സാധാരണ യാത്ര. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു അബൂ മൂസ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന അതിൽ കുറച്ചുകൂടി അവഗാഹമുള്ള മനുഷ്യനാണ് അബൂ മൂസ അശ്അരി. അപ്പോൾ അബൂ മൂസ റളിയല്ലാഹു അൻഹു ചോദിച്ചു, കൈഫ തഖറഉൽ ഖുർആൻ? അബൂ മൂസ, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഖുർആൻ എങ്ങനെയാണ് നിങ്ങൾ പാരായണം ചെയ്യുന്നത്? അത് എനിക്കും നിങ്ങൾക്കൊക്കെ ഒരുപാട് പാഠങ്ങൾ അതിലുണ്ട്. നമ്മളൊരു മനുഷ്യനോട് ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിക്കാറുണ്ട്. നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ നമ്മൾ ചോദിക്കും, ഇന്നത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത്, അതെങ്ങനെ നിങ്ങൾ ചെയ്തത്, ഇന്ന പ്രശ്നം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഇന്ന കാര്യം ജീവിതത്തിൽ നിങ്ങൾ ചിട്ടപ്പെടുത്തി എങ്ങനെയാണ്, അത് ആ ഒരു ശീലം ഉണ്ടാക്കിയെടുത്ത് എങ്ങനെയാണ്, ഈ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? ഇത് സ്വഹാബിമാർ തമ്മിൽ ആകുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ സ്വാലിഹീങ്ങളായ തമ്മിലാളുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഷെഡ്യൂളുകളും അത് ആഖിറുമായി ബന്ധപ്പെടുത്തിയുള്ളതായി മാറും. മുആദ് ചോദിക്കുകയാണ്, അബൂ മൂസ നിങ്ങൾ എങ്ങനെയാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? അപ്പോൾ അബൂ മൂസ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഇന്നൊരു സമയം വെച്ചിട്ടല്ല, അല്ലെങ്കിൽ ഇന്നൊരു സമയം ഉദ്ദേശിച്ചില്ല. ഞാൻ ഒരു ഖുർആനെ പല ഭാഗങ്ങളായി തിരിക്കും. കുറച്ച് ഭാഗം അത് എനിക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് അപ്പോൾ ഓതും. ഖായിമൻ വ ഖായിദൻ വ അലാ റാഹിലത്തി, ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എനിക്ക് ഖുർആനുമായി അങ്ങനെ കുറേ സമയം വേർപിരിഞ്ഞ് നിൽക്കാനും ഒരു സമയത്ത് വരെ രാത്രി മാത്രം ഖുർആൻ ഓതുക എന്നുള്ളതല്ല എൻ്റെ ഒരു ശൈലി.
ഞാൻ യാത്രയിലും വാല റാഹിലെത്തി, ഞാനിപ്പോൾ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഖുർആൻ ഓതും. അതിന് ഞാൻ പല ഭാഗങ്ങളായി തിരിച്ച് ഒരു ഘട്ടം അത് ഞാൻ ഓതി തീർക്കും. അത് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ ഓതി തീർക്കും. അപ്പോൾ യാത്ര ചെയ്യാണ്, അപ്പോൾ ഞാൻ ഓതി തീർക്കും. അപ്പോൾ അടുത്ത ഘട്ടം വരും, അത് യാത്ര എത്തി അവിടെ എത്തുമ്പോഴായിരിക്കും ഒരു പള്ളിയിൽ കയറും, അപ്പോൾ ഞാനത് ഓതി തീർക്കും. അങ്ങനെയാണ് ഞാൻ ഖുർആൻ പാരായണം ചെയ്യാറുള്ളത്. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല, ഞാൻ പ്രധാനമായി നിസ്കാരത്തിലാണ് ഖുർആൻ പാരായണം ചെയ്യാറുള്ളത്. അമ്മ അന ഫഅനാമു വഅഖൂം, രാത്രി ഞാൻ നിസ്കരിക്കുമ്പോൾ ഞാൻ രാത്രി ആദ്യം ഉറങ്ങും, പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കും. ഇതാണ് എൻ്റെ ഒരു ശൈലി, നിസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ശൈലി. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യം ഫഅഹ്തസിബു നൗമതി കമ അഹ്തസിബു ഖൗമതി, ഞാൻ രാത്രി ഇങ്ങനെ ബുദ്ധിമുട്ടി എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുമ്പോൾ ഞാൻ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അതേ പ്രതിഫലം, അതുപോലുള്ള അതേ പ്രതിഫലം ഞാൻ രാത്രി ഉറങ്ങുമ്പോഴും റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കാറുണ്ട്. അതൊരു വ്യത്യസ്തമായൊരു പാഠമാണ്. അഥവാ ജീവിതത്തിൽ നീയത്തുകൾ എങ്ങനെ ഒന്ന് ചിട്ടപ്പെടുത്തി എടുക്കണമെന്നും കുറച്ച് ബോധപൂർവം ചില നീയത്തുകൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, മനസ്സിൽ കരുതലുകൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവൻ നമുക്ക് അള്ളാഹുവിനുള്ള ഇബാദത്തായി സൽക്കർമ്മങ്ങളാക്കി മാറ്റാൻ കഴിയും എന്നതിനുള്ള ഉദാഹരണം കൂടിയാണ്. അഥവാ നമ്മൾ നോക്കുമ്പോൾ ഒരു ഇബാദത്തിനാണ് നമ്മൾ പ്രത്യേകം നീയത്ത് വെച്ച് അതിന് പ്രതിഫലം ആഗ്രഹിക്കുന്നത്. അപ്പോൾ മുആദ് ശൈലി, അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് കിട്ടുന്ന പാഠം, അങ്ങനെ ഒരു ഇബാദത്തിന് മാത്രമല്ല നമ്മൾ നിയ്യത്ത് ചെയ്ത് അങ്ങനെ പ്രതിഫലം ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് ആ ഇബാദത്തിന് സഹായകരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനും നമുക്ക് ഇതേ പ്രതിഫലം ആഗ്രഹിക്കാലോ. നമ്മൾ രാത്രി ഉറങ്ങുന്നത് രാവിലെ തഹജ്ജുദ് നിസ്കരിക്കാനും അതുപോലെ രാവിലെ ഉന്മേഷത്തോടുകൂടി എഴുന്നേൽക്കാനും എന്ന നിയ്യത്തിലാണ് നമ്മൾ ഉറങ്ങുന്നത് എങ്കിൽ ആ ഉറക്കം മുഴുവൻ ആ ഇബാദത്തിനുള്ള സഹായകരമായ കാര്യമായി തീരുന്നു. അതുവഴി ആ ഉറക്കം മുഴുവൻ ഇബാദത്താവുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ചെറിയൊരു ചിന്തയിൽ നമുക്ക് വരുത്താൻ കഴിയുന്ന മാറ്റം നമ്മുടെ സൽക്കർമ്മങ്ങളിലും നമ്മുടെ നന്മകളുടെ തോതിലുമൊക്കെ വരുത്തുന്ന മാറ്റം നമ്മൾ ഉദ്ദേശിക്കുന്നതിലും എത്രയോ വലുതാണ് എന്ന് ചുരുക്കം. നമ്മളൊരു ഭാഷ പഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു സ്കില്ല് പഠിക്കുന്നു, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് സാധാരണഗതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദുനിയാവിൽ തന്നെയുള്ള പല ജോലികളും വരുമാന മാർഗങ്ങളും അതുവഴി ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഞാൻ അതിനോടൊപ്പം മറ്റൊരു നിയത്ത് കൂടി വെക്കുന്നു, എൻ്റെ ഈ സ്കില്ല് കൊണ്ട്, എൻ്റെ ഈ കഴിവ് കൊണ്ട് മുസ്ലിം ഉമ്മത്തിനുള്ള ഒരു ഉപകാരം ഉണ്ടാകുന്നു, ദീനിനൊരു ഉപകാരം ഉണ്ടാകുന്നു, അള്ളാഹുവിനും റസൂലിനും ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു സംഭാവനയായി എൻ്റെ ഒരു കോൺട്രിബ്യൂഷനെ സമർപ്പിക്കുന്നു. അവിടെ അതല്ലാതെ ആ നിയത്തുള്ള ആളും അല്ലാത്ത ആളും തമ്മിൽ എത്ര വലിയ വ്യത്യാസമാണ്. അങ്ങനെ ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിയമം പഠിക്കുന്ന ഒരു വക്കീൽ, അയാൾ നിയമത്തിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ മറിച്ചാലും അയാൾക്ക് നിയത്തനുസരിച്ച് അയാൾക്ക് കൂലി കിട്ടും. ഒരു ഡോക്ടർ അയാൾ മെഡിസിൻ പഠിക്കുമ്പോൾ, അയാൾ MBBSനുള്ള പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അത് പഠിക്കുമ്പോഴും നിയത്ത് ഇതാണെങ്കിൽ അയാൾക്ക് അതിനുള്ള കൂലി കിട്ടും. അതൊരു പണ്ഡിതൻ കിതാബുകൾ വായിച്ച് പഠിക്കുന്നത് പോലുള്ള കൂലി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിയത്തുകൾക്ക് അങ്ങനെയുള്ള ചില അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്ന് നമുക്കിതിൽ മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം പറഞ്ഞതുപോലെ, ഞാൻ എപ്രകാരമാണോ തഹജ്ജുദ് നിസ്കാരത്തിന് ഞാൻ അള്ളാഹുവിന് കൂലി പ്രതീക്ഷിക്കുന്നത്, അതേപോലെ തന്നെ ഞാൻ ഉറക്കത്തിനും കൂലി പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഞാൻ ഉറങ്ങുന്നത് വെറുതെ എല്ലാവരും ഉറങ്ങുന്ന പോലെ ക്ഷീണമായി എന്നപോലെ കിടന്നുറങ്ങാം എന്ന അർത്ഥത്തിലല്ല. ഇത് എനിക്കും നിങ്ങൾക്കുള്ള വലിയ പാഠമാണ്. ഞാൻ ഉറങ്ങുമ്പോഴും എനിക്ക് നിയ്യത്തുണ്ട്, ഞാൻ ഉറങ്ങുന്നത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അതിനെനിക്ക് പഠിച്ചു കിടന്ന് പ്രതിഫലം കിട്ടണം. അപ്പോൾ അതെല്ലാ കാര്യത്തിലും നമുക്ക് എന്ത് ചെയ്യാം, അത് അപ്ലൈ ചെയ്യാം. ഉറക്കം മാത്രമല്ല, നമ്മൾ എന്ത് ജോലി ചെയ്താലും നമുക്ക് അപ്ലൈ ചെയ്യാം. മുൻഗാമികളായ തബഉത്താബിഈങ്ങളായ പണ്ഡിതന്മാർ, വലിയ പ്രസിദ്ധനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാരെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ചില കാര്യങ്ങളൊക്കെ അവരോട് ചെയ്യാൻ പറയുമ്പോൾ അവർ ഒരു നിമിഷം വെയിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ എന്തോ ഒരു കാര്യം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു നിമിഷം എന്ന് പറഞ്ഞു. എന്താണ് നിങ്ങൾ ഒരു നിമിഷം എടുത്തിട്ട് ഇതിന് വരാൻ കാര്യം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ നീയത്തൊന്ന് ശരിയാക്കിയതാണ്. കാരണം ഒരു കാര്യം പുറത്തേക്ക് വരുമ്പോൾ നീയത്ത് ചൊല്ലിപ്പറയുക എന്നതല്ല, നമ്മൾ മനസ്സിൽ നിന്ന് ശരിയാക്കുക എന്നുള്ളതാണല്ലോ. ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന, സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും, അത് നമ്മൾ യാന്ത്രികമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. എല്ലാവരും ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്യുന്നു. അല്ലെങ്കിൽ പെട്ടെന്നൊരു കാര്യം വന്നു, പെട്ടെന്ന് ഒരു നിയത്തുമില്ലാതെ ചെയ്യുന്നു എന്നതിനേക്കാൾ ഒന്ന് ചിന്തിച്ചും ആലോചിച്ചും അള്ളാഹുവിൽ നിന്ന് എനിക്ക് അതിനും പ്രതിഫലം കിട്ടണം, ഞാൻ ഭക്ഷണം കഴിച്ചാലും പ്രതിഫലം കിട്ടണം, ഞാനൊരു സ്ഥലത്തേക്ക് നടന്നു പോയാലും എനിക്ക് പ്രതിഫലം കിട്ടണം. അത് എങ്ങോട്ടായാലും, പള്ളിയിലേക്ക് മാത്രമല്ല, ഞാൻ വേറൊരു ദുനിയാവിൻ്റെ കാര്യത്തിൽ നടന്നു പോയാലും പ്രതിഫലം കിട്ടണം, ഞാനൊരു പേപ്പർ എടുത്താലും പ്രതിഫലം കിട്ടണം, ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ എടുത്താലും എനിക്ക് പ്രതിഫലം കിട്ടണം എന്ന് നിയത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഇബാദത്താക്കി മാറ്റാൻ നമുക്ക് കഴിയും. അപ്പോൾ അത് മുആദ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ നിന്നും അബൂ മൂസ അശ്അരി റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന പാഠങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശങ്ങൾ, അതൊരു പക്ഷെ നമ്മൾ കേട്ട നമുക്ക് സുപരിചിതമായ സംഭവമായിരിക്കും. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് യമനിൽ ചെന്ന് പ്രബോധനം നടത്തുമ്പോൾ അവിടെ സ്വീകരിക്കേണ്ട മുൻഗണനാക്രമം
എന്താണ് ആദ്യം പറയേണ്ടത്, എന്താണ് പിന്നെ പറയേണ്ടത് എന്നത് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ തന്നെയായിരുന്നു. പ്രബോധന പ്രവർത്തനങ്ങളിൽ കൃത്യമായ പ്രീ പ്ലാനിങ് നടത്തുന്ന ആളായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ദഅവത്തിന് ഇറങ്ങുന്നു, ഒരു പ്ലാനുമില്ല, എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല, ആദ്യം എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല, ആരെ കാണേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ആയിരുന്നില്ല. മക്കയിൽ ആദ്യകാലത്ത് രഹസ്യമായി പ്രബോധനം നടത്തുന്ന കാലത്ത് പോലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിന്റെ മുകളിൽ നിന്ന് വിളിച്ച പേരുകൾ നമുക്ക് ചരിത്രത്തിൽ ഇങ്ങനെ എണ്ണി കാണാൻ കഴിയും. യാ ബനി മുർറത്ത് ബിൻ കഅബ്, അല്ലയോ മുർറത്ത് ബിൻ കഅബിന്റെ മക്കളെ. യാ ബനി കഅബ് ബിൻ ലുഅയ്, അല്ലയോ കഅബ് ബിൻ ലുഅയിന്റെ മക്കളെ. ഇങ്ങനെ ഓരോ ഗോത്രത്തെയും എണ്ണി പറയുന്നു. അതിനർത്ഥം എന്താണ്? ആദ്യകാലത്ത് ഇസ്ലാം തുടങ്ങുന്ന സമയത്ത് പോലും ദാവത്തിന് ഇറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പ്ലാൻ ചെയ്തു ആരൊക്കെ പേര് വിളിക്കണം, ഏതൊക്കെ ഗോത്രങ്ങളെ അഭിസംബോധന ചെയ്യണം, ഏതൊക്കെ വ്യക്തികളെ അഭിസംബോധന ചെയ്യണം, അവരോട് എന്ത് പറയണം, എന്ത് തന്ത്രം, എന്ത് സ്ട്രാറ്റജി അവിടെ പ്രയോഗിക്കണം. അതൊക്കെയും നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന പാഠങ്ങളാണ്. മുആദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക സതഅതി ഖൗമൻ മിൻ അഹ്ലി കിതാബ്. മുആദ്, നീ പോകുന്നത് അഹ്ലു കിതാബുകളായ വേദക്കാരായ വേദം നൽകപ്പെട്ട ആളുകൾ താമസിക്കുന്ന യമനിലേക്കാണ്. ഫഇദാ ജിഅതഹും, നീ അവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഫദ്ഉഹും ഇലാ അൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആദ്യം നീ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, അവരെ ക്ഷണിക്കേണ്ടത് ഇതിന്റെ ആദർശത്തിലേക്കാണ്. ഷഹാദത്ത് കലിമയുടെ അതിന്റെ അന്തസത്തയായ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്കും മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിലേക്കുമാണ് നീ അവരെ ക്ഷണിക്കേണ്ടതും. അതാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഫഇൻഹും അതാഉ ലക ബിദാലിക്, ഇനി അതവർക്ക് മനസ്സിലായി, അവരത് ശരി, ആദർശം അവർക്ക് ബോധ്യപ്പെട്ടു, അള്ളാഹുവിന് മാത്രമാണ് ആരാധന അർപ്പിക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലായി, അവരത് അംഗീകരിച്ചു, അത് നിനക്ക് അവരെ അംഗീകരിച്ചു, നിന്നെ അവരത് അനുസരിച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫഅഖ്ബിർഹും അന്നല്ലാഹ ഖദ് ഫറള അലൈഹിം ഖംസ സ്വലവാത്തിൻ ഫീ കുല്ലി യൗമിൻ വലൈല, ഓരോ രാവും പകലുമുള്ള 5 നേരത്തെ നിസ്കാരം അത് പഠിപ്പിക്കുക. അതും അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ അത് അനുസരിച്ചു, അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അഖ്ബിർഹും അന്നല്ലാഹ ഖദ് ഫറള അലൈഹിം സദഖ, പിന്നെ സകാത്ത് ഉണ്ട്, തുഖദു മിൻ അഗ്നിയാഇഹിം ഫതുറദ്ദു അലാ ഫുഖറാഇഹിം. അവരുടെ യമനിലെ ഒരു പ്രദേശത്തെ ആരാണോ, യമനല്ല ഏത് പ്രദേശത്തായാലും അവരിലെ മതിയായ ഇത്ര സമ്പത്തുള്ള സമ്പന്നന്മാരിൽ നിന്ന് പിരിച്ചെടുക്കുകയും അവരിലെ ദരിദ്രന്മാരിലേക്ക് നിയോഗിക്കുകയും ചെയ്യുന്ന, വീതിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സദഖ, സകാത്ത് ഉണ്ട് എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതും അവരത് അംഗീകരിച്ചു കഴിഞ്ഞാൽ സകാത്ത് നീ സ്വീകരിക്കുമ്പോൾ നീ ഒരു സമൂഹത്തിലെ ഇനി പോകാൻ പോകുന്നത് ഒരു ഉദ്യോഗസ്ഥനാണ്, ഒരു നേതാവാണ്, ഒരു പ്രബോധകനാണ്, അവിടെ ഭരണം നടത്തുന്ന ആളാണ്. സകാത്ത് സ്വീകരിക്കുമ്പോൾ അവരിലെ ഏറ്റവും നല്ല വസ്തുക്കളെ സ്വീകരിക്കുന്നതിന് സൂക്ഷിക്കണം. അത് സകാത്ത് സ്വീകരിക്കുമ്പോഴുള്ള ഒരു ഇസ്ലാമിന്റെ അധ്യാപനമാണ്. ഒരു സ്ഥലത്ത് ഒരു ഒട്ടകത്തിന്റെ കൂട്ടത്തിൽ നിന്ന് സക്കാത്ത് വേണമെങ്കിൽ അതിന്റെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ഒട്ടകമല്ല സക്കാത്തിന് സ്വീകരിക്കണം. ഒരാൾക്ക് വേണമെങ്കിൽ അത് കൊടുക്കാം, പ്രശ്നമില്ല. പക്ഷെ സക്കാത്ത് പിരിച്ചെടുക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥൻ ഏറ്റവും നല്ലതിനല്ല സ്വീകരിക്കണം. ഒരു ഇടത്തരം, ഏറ്റവും ലോയും അല്ല, ഏറ്റവും നല്ലതുമല്ല. കാരണം അത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഉടമസ്ഥന് കൂടുതൽ അതിന് ലാഭം കിട്ടും. അപ്പോൾ ഒരു ഇടത്തരം, പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ഒരു ആവറേജ് നല്ലതിനെയാണ് സ്വീകരിക്കേണ്ടത്. ഏറ്റവും എല്ലാ സക്കാത്തിന്റെ മുതലിൽ നിന്ന് ഏറ്റവും മുന്തിയതൊക്കെ എടുത്തു, സക്കാത്തിനെ എടുത്തു. അപ്പൊ അത് ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. അത് നീ സൂക്ഷിക്കണം. അനീതിക്ക് ഇരയാക്കപ്പെട്ടവന്റെ അല്ലെങ്കിൽ അക്രമത്തിന് ഇരയായവന്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണം. ഏതെങ്കിലും തരത്തിൽ നീ അവരോട് ഇടപെടുമ്പോൾ നീ അവരെ ആക്രമിക്കുകയാണെങ്കിൽ, അനീതി ദുൽമ ചെയ്യുകയാണ് എങ്കിൽ അവരുടെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണം. ഫഇന്നഹു ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. പടച്ചവനും അവരും ആ പ്രാർത്ഥനയും തമ്മിൽ ഒരു ഹിജാബുമില്ല, ഒരു മറയുമില്ല. അത് നേരെ ഡയറക്റ്റ് അള്ളാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ്. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ ഈ പാഠങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഒക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന പാഠങ്ങളാണ്. ആളുകളുമായി ഇടപെടുമ്പോഴൊക്കെ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മുആദ് റളിയല്ലാഹു അൻഹു യാത്രയാക്കുന്നതിന് റസൂൽ മദീനയുടെ പുറത്തേക്ക് വരെ നടന്നുപോയി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. കുറച്ചു ദൂരം മദീനയുടെ പുറത്തേക്ക് നടന്നു. അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന് താഴെ, അതേ ഒട്ടകപ്പുറത്തും റസൂൽ ഇങ്ങനെ താഴെയുമായി കുറേ നടന്നു. അത് മാത്രമല്ല, മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ വികാര നിർഭരമായി പലതും പറയുകയും ചെയ്തു. അതിൽപ്പെട്ടൊന്നാണ് യാ മുആദ്, ഇപ്പോൾ ഹിജ്റ 10 ആണ്. അപ്പോൾ മുആദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നക അസ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ. ഈ വർഷത്തിന് ശേഷം, ഇതിന് ശേഷം ഒരു പക്ഷേ മുആദ് ഞാനും നീയും ഇനി കണ്ടുമുട്ടുന്നൊരവസ്ഥ ഉണ്ടായെന്ന് വരില്ല. ഒരുപക്ഷെ നീ ഇനി എന്റെ മസ്ജിദിന്റെയും എന്റെ ഖബറിന്റെയും അടുത്തുകൂടി കടന്നു പോകുന്ന ഒരവസ്ഥയായിരിക്കും ഇനി ഉണ്ടാവുക. നേരിട്ട് ഇനി ഒരുപക്ഷെ കാണാൻ കഴിയൂ എന്ന് വരില്ല. മുആദ് റളിയല്ലാഹു അൻഹു കരഞ്ഞു, നല്ലതുപോലെ അദ്ദേഹം കരഞ്ഞു. അദ്ദേഹത്തിന് വലിയ മനപ്രയാസമുണ്ടായി, വിഷമമുണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ, മുആദ് റളിയല്ലാഹു അൻഹു യാത്രയ്ക്ക് സന്ദർഭങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാവുന്നതാണ്.
ഏതായിരുന്നാലും നമുക്ക് ഇവിടെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ വെറുതെ കേൾക്കുക എന്നതിനപ്പുറം, സ്വഹാബിമാരുടെ ജീവിതത്തിലുള്ള ചിട്ടകളും അവരുടെ ഷെഡ്യൂളും വെറുതെ കേൾക്കുക എന്നതിനപ്പുറം, നിയ്യത്തുകൾ ശരിയാക്കുന്നതിനെയും അതിൻ്റെ അത്ഭുതകരമായ പരിവർത്തനങ്ങളെ കുറിച്ച് വെറുതെ കേൾക്കുക എന്നതിനപ്പുറം, അത് ഞാനും നിങ്ങളും നമ്മുടെ നിത്യജീവിതത്തിലെ പല സന്ദർഭങ്ങളുമായി തട്ടിച്ചു നോക്കി അതിനെ നമുക്ക് ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രൂപം കൂടി ചിന്തിക്കണമെന്നും അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പരമാവധി ശ്രമിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ സല്ലല്ലാഹു അലൈഹി നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.